എന്തെല്ലാം അഭിമുഖ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി നമ്മുടെ എല്ലാവരുടെയും പൊയിൽക്കയാണ്. പൊയിൽ കുഞ്ഞമ്മദ്. വാണിമേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംരംഭകരിൽ ഒരാളാണ്. സംരംഭകത്തെക്കുറിച്ചും വാണിമേലിനെ കുറിച്ചും ജീവിതത്തെക്കുറിച്ചും അദ്ദേഹം നമ്മളോട് സംസാരിക്കും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? ഓക്കെ. ഏത് കാലത്തായാലും ഏത് ദേശത്തായാലും ഭയങ്കര എനർജറ്റിക് ആയ ഒരാളാണ്. ഈ ഒരു സമയത്ത് പോലും ഈ ഒരു പ്രായത്തിൽ പോലും പുതിയ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അത് വിജയകരമായി മുമ്പോട്ട് പോകാൻ വേണ്ടി അതിനുവേണ്ടി പൂർണ്ണമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പം എവിടുന്നാണ് പൊയ്ക്കക്ക് ഇത്ര എനർജി? പൊതുവെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എനർജറ്റിക് ആയിക്കോളും. അത് നമ്മുടെ ഇൻട്രസ്റ്റ് ആണ്. എനിക്കിതിൽ താല്പര്യമാണ്. അപ്പം ഞാൻ കുറച്ച് വൈകിപ്പോയി. എനിക്ക് പണ്ടേ ഒരു സംരംഭകനാകാനായിരുന്നു താല്പര്യം. പണ്ട് തന്നെ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ചരിത്രം പറയാം. അപ്പം ഗൾഫിൽ വന്നപ്പോൾ നല്ലൊരു ജോലി കിട്ടി. അപ്പോൾ നല്ല ജോലി കിട്ടിയിട്ട് അത് മാറിക്കൊണ്ട് ഒരു റിസ്ക് എടുക്കാനുള്ള ധൈര്യവും ഇല്ല. അന്ന് കുടുംബ സാഹചര്യവും അങ്ങനെയല്ല. അതുകൊണ്ട് ഞാൻ ഒരു 35 വർഷം വൈകിപ്പോയി സ്വന്തമായിട്ട് ചെയ്യാൻ. അതിൻ്റെ ഇടയ്ക്ക് പലതും ചെയ്തു നോക്കിയിരുന്നു. പക്ഷെ നമ്മളുടെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ ചെയ്യുന്നൊന്നും വിജയിക്കില്ല എന്ന് പല വീഴ്ചകൾ കൊണ്ടും മനസ്സിലായി. അതുകൊണ്ട് ശരിക്കും വിശ്രമ ജീവിതം തുടങ്ങുന്ന സമയത്താണ് ഞാൻ ശ്രമം തുടങ്ങിയത്. അപ്പോൾ അത് ഉള്ളൊരു സാമ്പത്തികമായിട്ട് വലിയ മെച്ചമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും മറ്റ് നമ്മളല്ലാത്ത കാരണം കൊണ്ട് പല വീഴ്ചകളും പറ്റിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ധാരാളം പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതെനിക്ക് പ്രചോദനം തരുകയാണ് ചെയ്തത്. ഇപ്പൊ എനിക്ക് കുറച്ചും കൂടി കാലങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് വിജയിച്ചു കൊണ്ടുപോകാനുള്ള ഒരു കോൺഫിഡന്റ് ഈ സമയം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. സാധാരണ ആളുകള് ഇതുപോലെ എന്താ പറയാ, പൊയിൽക്കട പ്രായമൊക്കെ ആയി കഴിഞ്ഞാലേ നാട്ടിൽ പോകണം, എന്നിട്ട് നാട്ടിൽ എവിടെയെങ്കിലും സെറ്റിൽ ചെയ്ത് വളരെ ശാന്തമായ ഒരു റിട്ടയർമെന്റ് ലൈഫ് ഉണ്ടാക്കണം എന്നൊക്കെ ആലോചിക്കുന്ന ഒരു കാലമാണ്. ഈ സമയത്താണ് എന്താ പറയാ, പുതിയ പുതിയ ചലഞ്ചസ് ഏറ്റെടുക്കുകയും അതുമായിട്ട് വളരെ എനർജറ്റിക് ആയിട്ട് മുമ്പോട്ട് പോവുകയും ചെയ്യുന്നത്. അപ്പൊ ഈ പ്രായത്തെക്കുറിച്ച് കാലത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും പൊയിൽക്കാക്ക് എന്തെങ്കിലും ഒരു ഫീല് തോന്നല് ഉണ്ടോ? ആരും കുറെ കാലം ജീവിക്കുന്നുള്ള ആർക്കും ഉറപ്പില്ലാത്ത സംഗതിയാണ്. മാക്സിമം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ആയുസിന്റെ ഒരു ആവറേജ് ഒക്കെ മാറിയിട്ടുണ്ട്. 60 ഇപ്പൊ 90 വരെ എത്തിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും പോസിറ്റീവ് ചിന്തിക്കുന്ന ഒരാളാണ്. എന്തുകൊണ്ട് എനിക്ക് 90 എത്തിക്കൂടാ? അങ്ങ് 90 ആണെങ്കിൽ 70 എനിക്ക് ഇനിയും ബാക്കിയില്ലേ? ഒരു വിജയത്തിനും കാര്യങ്ങളും ആസ്വദിക്കാൻ 20 ഇയേഴ്സ് തന്നെ ധാരാളം. അല്ലെങ്കിൽ തന്നെ ഞാൻ തുടങ്ങിയ കാര്യങ്ങൾ, നമ്മൾ തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ അവസാനിക്കണമെന്നൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ ആ മുറിവ് പെട്ടെന്ന് ജോയിൻ ചെയ്യും. നമ്മളില്ലെങ്കിൽ കാര്യങ്ങൾ നടക്കില്ല എന്ന് വിചാരിക്കുമ്പോൾ എല്ലാവരും ഒരാളില്ലാതിരിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് യോജിച്ചോളും. അപ്പൊ ഞാൻ തുടങ്ങിയ കാര്യങ്ങൾ ചിലപ്പം നാളെ ഒരാൾ അത് കൈകാര്യം ചെയ്തു പോകും. അതുകൊണ്ട് ഞാൻ ഇന്ന് തുടങ്ങാതിരിക്കണോ? ഉണ്ടല്ലോ ഒരു തുടക്കം. അതിന് തന്നെ പ്ലസ് കാണുന്നുണ്ട്. ഇപ്പം എനിക്ക് പറയൂ. അല്ലല്ല, അത് പറയണ്ട, ബാക്കി വന്നോളൂ സംസാരിച്ച് വരുമ്പോ. നമുക്ക് പൊയിൽക്കാന്റെ ഒരു ലൈഫ് സ്റ്റോറിയിലേക്ക് കിടക്കാം. പൊയിൽക്കാന്റെ വീട്, ഉമ്മ, ഉപ്പ. ഓക്കെ. ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ജനിച്ചത്. ഞാൻ എൻ്റെ തറവാട് ബരാൻ കുടുംബം. പൊയിൽ എന്നും പറയും, പീഡിയക്കണ്ടി എന്നും പറയും. അല്ല, പൊയിലല്ല, പാലക്കൂൽ പറയും, അല്ലെങ്കിൽ പീഡിയക്കണ്ടി. ഞങ്ങൾ വയനാട്ടിൽ നിന്ന് വന്നാണ് ശരിക്ക്. ഇപ്പോഴാണ് എൻ്റെ കുടുംബങ്ങളൊക്കെ സംഗമിക്കുന്നത്. വയനാട്ടിൽ നിന്ന് വന്ന ഒരു ഉമ്മയും ഉപ്പയും വന്നായിരുന്നു, വലിയപ്പയും. അവര് സംഘടിച്ചത് പുഴമൂലയിലാണ്. ആ പുഴമൂലയില് ഏകദേശം കരുവള്ളം വരെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മുടെ അധീനത്തിലായിരുന്നു. അപ്പം അവിടെ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അവർ ഭൂമി പതുക്കലേക്ക് മാറി. പാലക്കൂൽ നിന്ന് ഭൂമി പതുക്കെ കേരളത്തിന്റെ അടുത്തുള്ളത്. താഴെ മേലെ അങ്ങാട് കഴിഞ്ഞ് താഴേക്ക് ഇറക്കുന്ന ആ ഇറക്കത്തിലാണ് പാലക്കൂലല്ലേ പീഡിയക്കണ്ടി എന്നുള്ള പറമ്പ്. വലിയൊരു പറമ്പാണ്. അവിടെ എനിക്ക് ഓർമ്മ വലിയൊരു വീടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഉപ്പയുടെ ഏറ്റവും അനിയനായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. വരാൻ സൂപ്പി ഹാജി, അതൊക്കെ മമ്മൂട്ടിക്ക, കുഞ്ഞബ്ദുള്ള, അതൊക്കെയുള്ള ആ കുടുംബം അവരായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ജ്യേഷ്ഠനായ ആള്
കുങ്കന്തരമ്മൽ അഹമ്മദ് ഹാജി. അയാള് മാത്രം പിന്നെ കുങ്കന്തരമ്മിൽ താമസിക്കുന്നു. പിന്നെ കുഞ്ഞിപ്പറമ്പത്ത് കുഞ്ഞാലി ഹാജി, നമ്മുടെ മൊയ്തുക്കയുടെയും സൂഫിക്കയുടെയും അല്ലെങ്കിൽ എല്ലാം ഇപ്പം പറഞ്ഞാൽ മനസ്സിലാകുന്ന ആസാദിന്റെ വല്യപ്പ. പിന്നെ എൻ്റെ ഉപ്പ, പിന്നെ സൂഫി ഹാജി, പിന്നെ ഒരു പെങ്ങളുണ്ടായിരുന്നു, കല്യാണം കഴിക്കാതൊക്കെ ആയിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ കുടുംബം. എൻ്റെ ഉപ്പ കെട്ടിയത് വാഴയിൽ വെച്ച് തറവട്ടത്താണ് ഉമ്മാന്റെ ഉമ്മ. മറ്റേത് ചെട്ടിയാമ്പള്ളിൽ കുഞ്ഞമ്മ ഹാജിയൊക്കെ ഇല്ലേ, കുഞ്ഞമ്മ ഹാജിയും ചെട്ടിയാമ്പള്ളി മൂസ ഹാജി, അവരൊക്കെ അനിയന്റെ മക്കള്. വാഴയിൽ അബ്ദുള്ള, വാഴയിൽ സൂഫി ഹാജി, അതുപോലെ ടി സി കുഞ്ഞമ്മന്റെ ഉമ്മ. ഒരാൾ ജാതിയിലാണ്, ഒരാൾ പൂജേരി. ഞാൻ ഉമ്മയുടെ കുടുംബം. ഇതൊക്കെ പറഞ്ഞിട്ടും ഞാൻ ജനിക്കുന്ന ഒരു വർഷത്തിനുള്ളിൽ എന്റെ ഉപ്പ മരിച്ചുപോയി. ഞങ്ങള് തൽക്കാലത്തേക്ക് ഒരു വാശി കൊണ്ട് ഞങ്ങള് പൊയിൽ എന്ന് പറഞ്ഞ ഒരു പുറമ്പോക്ക് സ്ഥലം പോലുള്ള ഞങ്ങൾ തന്നെ അവിടെ ഒരു വീട് വെച്ച് ഉമ്മ ഒരു ഓലപ്പര വെച്ച് അവിടെ താമസിച്ചു. വീടൊക്കെ പുതുക്കി പണിയണം, മറ്റുള്ള ആൾക്കാർക്ക് ഞങ്ങളെ വീടൊക്കെ വളരെ ചെറിയ വീടായിരുന്നു. അതുകൊണ്ട് ഉപ്പ മരിച്ചുപോയി. പിന്നെ ഉമ്മയുടെ കയ്യിലായിരുന്നു ബാക്കിയെല്ലാം. ഞങ്ങൾ 2 മക്കളേ ഉള്ളൂ. ഞാനും 7 വർഷം മുമ്പ് മരിച്ചുപോയ പൊയിൽ മൊയ്തു ഹാജിയും. ഞാനും ഇക്കയും തമ്മിൽ ഏകദേശം 7-8 വർഷത്തെ വ്യത്യാസമുണ്ട്. പിന്നെ ഉമ്മ ജീവിച്ചത് മുഴുവൻ ഞങ്ങളെ പോറ്റാനായിരുന്നു. ഉമ്മയുടെ 24-ാമത്തെ വയസ്സിലാണ് ഉപ്പ മരിച്ചത്. പക്ഷെ ഞങ്ങളെ ഒരു അല്ലലോ അലട്ടലോ ഇല്ലാതെ ഉമ്മ വളർത്തി. അങ്ങനെ ഉമ്മയുടെ കുടുംബക്കാരും ഉപ്പയുടെ കുടുംബക്കാരും നല്ലോണം സഹായിച്ചിട്ടുണ്ട്. അതില് ഈ കുഞ്ഞുമദാജിയുടെ അല്ല കുഞ്ഞിപ്പുറത്ത് മൂത്താപ്പന്റെ മകൻ മമ്മു ഹാജി. മുഹാജിയായിരുന്നു ഞങ്ങളുടെ കൂടുതൽ വലിയ ആള്. മുഹാജിയാണ് എന്നെ പഠിപ്പിക്കാൻ അയച്ചത്, കോളേജിൽ അയച്ചത്, എല്ലാ സഹായത്തിനും ഉണ്ടായിരുന്നു. പിന്നെ ചെട്ടിയാമറ്റൂർ കുടുംബവും ഞങ്ങളെല്ലാവരും സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഉമ്മാനോട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഉമ്മാന്റെ ഒരു സോഷ്യൽ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ, എല്ലാ കാര്യങ്ങളും ഒക്കെ വളരെ ആക്റ്റീവായിരുന്നു. എൻ്റെ ചിലപ്പോൾ ആക്റ്റീവ്നെസ് കിട്ടിയിരിക്കുന്നത് ഉമ്മയിൽ തന്നെ ആയിരിക്കാം. ഉമ്മ എല്ലാ കാര്യങ്ങളും അങ്ങ് ഏറ്റെടുക്കും. ഒരു കല്യാണം കഴിക്കുന്നതാണെങ്കിൽ ആ വീട്ടിലെ പെൺ വയ്യപ്പുറത്ത് കംപ്ലീറ്റ് നിയന്ത്രണം ഉമ്മയുടെ കയ്യിലായിരിക്കും. അപ്പൊ എനിക്ക് തന്നെ ഓർമ്മ ചെറുപ്പത്തിൽ എല്ലാവരും വന്ന് ഉപ്പന്നെ അത് തന്നെ ബുക്ക് ചെയ്യും. ഉമ്മ പൊന്തി രാവിലെ മുതൽ വൈകുന്നേരം വൈകിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പൊ ഉമ്മ ഞങ്ങളുടെ പറമ്പൊക്കെ പീറ്റ് ആവുന്ന സമയത്ത് തന്നെ ഉമ്മ എന്റെ കീർത്തി വെക്കാനുള്ള ശ്രമം തുടങ്ങി. ഞങ്ങൾക്ക് ഓർമ്മ ഇപ്പൊ അമ്മടക്കലും കല്യാണത്തിലും ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ മലയിൽ കൊണ്ടുപോകും. അപ്പൊ തൈയൊക്കെ വെച്ച് മറ്റേ തൈ പ്രായമാകുമ്പോൾ തന്നെ മറ്റേ തൈകളൊക്കെ വെച്ച് കാര്യങ്ങളൊക്കെ ആയി. അതാ പിന്നെ ഞാനവിടെ വളർന്നു. പിന്നെ സ്കൂളിലേക്ക് LP സ്കൂളിലായിരുന്നു 1-ാം ക്ലാസ്. ജനിച്ചത് 1955. അന്ന് സാധാരണ ഭൂമിയൊക്കെയുള്ള ആൾക്കാർ ഇവിടെ ഭൂമിക സ്കൂൾ വെച്ച് നിർത്തും. അതിൽ നല്ല പഠിക്കുന്ന കുറച്ച് കുട്ടികൾ 4-5 കുട്ടികൾ വാണികളിലേക്ക് പോകും. ചായ അടിക്കും പൈസയും കാര്യങ്ങളൊക്കെ ഉള്ളവർ. അവിടെ കല്യാണത്തിന് പോയി. പിന്നെ ഞാൻ അന്ന് ചായ അടിക്കാനൊക്കെ പോവാ. പിന്നെ ടിച്ചി കുഞ്ഞമ്മന്റെ എന്റെ അക്കരയുടെ വീട്ടിൽ പോകും. ചിലപ്പോൾ ചില സമയത്തൊക്കെ വീട്ടിൽ നിന്ന് ചായ കുടിക്കും. ഇങ്ങോട്ടും ഇങ്ങോട്ടും നടത്തും തന്നെ. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്നും നല്ല മാർക്കോട് കൂടി കയപ്പോൾ ഞങ്ങളെ വളയത്തേക്ക് അയച്ചു. അന്ന് വളയത്ത് കുറെ കുട്ടികളുണ്ടെന്ന്. വളയത്ത് എൻ്റെ കൂടെ ഉള്ളതാണ് VP കുഞ്ഞമ്മദ്, AK സൂഫി ഗ്രൂപ്പിലുള്ള, പിന്നെ KP സൂഫി ഡോക്ടർ. ഈ കാര്യങ്ങളൊക്കെ അന്ന് കുണ്ടിൻ അഹമ്മദ് ഹാജി, കളത്തിൽ മമ്മു, അങ്ങനെ കുറെ കാലം വളയത്ത് പോയി. 1972 SSLC പാസ്സായി. അപ്പൊ അന്ന് പോകുന്ന ആൾക്കാരെല്ലാം ട്രെൻഡ് ഫറൂഖ് കോളേജ് ചേരുക എന്നുള്ളതാണ്. ഫസ്റ്റ് പ്രയോറിറ്റി ഫറൂഖ് കോളേജാണ്. അപ്പൊ ഫറൂഖ് കോളേജ് എനിക്ക് നല്ല പഠിക്കുന്നതാണെങ്കിലും പരീക്ഷ എത്തുമ്പോൾ ഞാൻ എന്തോ ഒരു 3 മാർക്ക് ഞാൻ ഫസ്റ്റ് ക്ലാസ് പോയി. അത് ഇന്നത്തെ പേരില്ല, ഫസ്റ്റ് ക്ലാസ് 360 കിട്ടുന്ന തന്നെ വലിയ സംഭവമാണ്. ആ കാലത്ത് ഫസ്റ്റ് ക്ലാസ് കിട്ടിയ KP സൂഫിക്കും VP കുഞ്ഞമ്മദിനാണ്. AK സൂഫി ഞാനൊക്കെ കുറച്ചും കൂടി താഴ്ന്നു പോയി. എനിക്ക് 357 മാർക്ക്. ഫറൂഖ് കോളേജ് ചേർന്നു. മാത്സ് ആയിരുന്നല്ലോ ഇമ്പോർട്ടന്റ്, ഇഷ്ടമുള്ള സംഗതി, വിഷയം. മാത്സിന് എനിക്ക് ഒരിക്കലും പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് ഒരു ഏകദേശം 100 എപ്പോഴും കിട്ടായിരുന്നു. പക്ഷേ നമുക്കറിയില്ല ഡോക്ടർ മറ്റേ സെക്കൻഡ് ഗ്രൂപ്പിനാണ് ഗ്രൂപ്പിൽ കാര്യങ്ങളൊക്കെ ചേർന്ന് എന്നെയും സെക്കൻഡ് ഗ്രൂപ്പിന് ചേർത്തു. പിന്നെ അങ്ങനെ ഫറൂഖ് കോളേജിൽ പോയപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലൊരു ഇതായി. അവിടെ വരുന്ന കുട്ടികളൊക്കെ വളരെ ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ സംസാരിക്കും. അത് സൂഫി പറയുന്നുണ്ട് ഇതില് സ്ഥലത്തുള്ള ഇന്റർവ്യൂവില്. അപ്പൊ അവിടെ ആസാദ് ഹോസ്റ്റലായിരുന്നു. ഞാൻ സൂഫി റൂംമേറ്റ് ആയിരുന്നു. മാക്കുൽ മാങ്ങിട്ടുണ്ടായിരുന്നു.
അതിനുശേഷം റൂംമേറ്റ് അവിടെ പിന്നെ സെക്കൻഡ് ഇയർ ആകുമ്പം താവോട്ട് അന്തൂറിന്റെ നേതൃത്വത്തിൽ ഞങ്ങളൊരു വാണിയക്കാർ വോൾട്ട് എടുത്ത് താമസിച്ചു. അന്ന് മുതൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അയ്യാറ്റിൽ മൊയ്തു ആയിരുന്നു. മൊയ്തു മാഷ് മരിച്ചുപോയി പ്രസിഡന്റ് സ്കൂൾ വന്നത്. അതിനുശേഷം താവോട്ട് അബ്ദുറഹ്മാനായിരുന്നു ക്ലോസസ്റ്റ് ഫ്രണ്ട്. ഫറൂഖ് കോളേജിൽ എത്തിയപ്പോൾ എനിക്ക് നല്ല സുഹൃത്തുക്കളെ കിട്ടി. ഞങ്ങൾ നല്ല കമ്പനിയായിരുന്നു. ആ ഒരു ബന്ധം ഇന്നും നിൽക്കുന്നു. എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഏറ്റവും വിജയം ഞാൻ പോയിടത്തിലൊക്കെ നല്ല നല്ല സുഹൃത്തുക്കളെ കിട്ടി എന്നുള്ളതാണ്. അതെന്നും ഓർക്കുന്നതും അനുകൂലിക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും കൈകടത്താതും എല്ലാവരും വളരെ സ്നേഹത്തോട് കഴിയുന്നവരാണ്. അവിടെയാണെങ്കിലും ഗൾഫിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഒരു കെയറും സ്നേഹവും എല്ലാ സ്ഥലത്തും കിട്ടും. അത് നല്ലൊരു കുടുംബത്തിൽ ജനിച്ചത്, നല്ല ഉമ്മാനെ കിട്ടിയത്, നല്ല ഇക്കാനെ കിട്ടിയത്, അതിനുശേഷം നല്ല ഭാര്യയെ കിട്ടിയത്, നല്ല മക്കളെ കിട്ടിയത്, ഇതൊക്കെ തന്നെയാണ് എനിക്ക് അല്ലലും അയലും ഇല്ലാത്ത ഒരു ജീവിതത്തിലേക്ക് പോയത്. ഒറ്റ വാക്കിൽ പറയാൻ ഐ ആം എ സക്സസ്ഫുൾ ഫാമിലി മാൻ. എല്ലാം കൊണ്ടും വളരെ സംതൃപ്തനാണ്. ഒരു കാര്യത്തിലും ഒരു ഇതും ഉണ്ടായിട്ടില്ല. നിങ്ങള് ഫറൂഖ് കോളേജിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നാട്ടിലേക്ക് വരുന്ന ഒരു സമയത്തെ കുറിച്ച് ചോദിക്കുകയാണ്. ശരിക്കും അതുവരെ ഭയങ്കര എന്താ പറയാ, ഒരു സ്ഥലത്തും തോക്കാതെ മുന്നോട്ട് പോയിരുന്ന ഒരാള് ഫറൂഖ് കോളേജിൽ പോകുന്നു. അപ്പൊ അവിടെ എങ്ങനെ എന്താ പറയാ, അതുമായിട്ട് പൊരുത്തപ്പെടാനുള്ള ഒരു പ്രശ്നങ്ങളെല്ലാം കൊണ്ട് പിന്നെ അവിടെ പ്രീ ഡിഗ്രി എന്താ പറയാ ഫെയിൽ ആയിട്ടാണ് പിന്നെ നാട്ടിലേക്ക് വരുന്നത് അല്ലെ? അന്ന് ഫെയിൽ ആവുന്ന അപ്പം കാരണം അന്ന് മോഡറേഷൻ ഇല്ല. ഇംഗ്ലീഷ് കിട്ടുന്ന 120 മാർക്കാണ്. എനിക്ക് 115 മാർക്കുണ്ട്. ഇന്ന് 100ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ മോഡറേഷൻ കൊണ്ട് പാസ്സാകും. മറ്റേ സബ്ജക്റ്റ് ഒക്കെ നല്ല മാർക്കുണ്ടായിരുന്നു. ടോട്ടൽ വരുമ്പോൾ 80, 75, 80 അങ്ങനെ പെർസെന്റേജ് ഉണ്ട്. മെഡിക്കൽ കോളേജിൽ ഒന്ന് ശ്രമിക്കാൻ പറ്റിയതാണ്. അത് പക്ഷേ അല്ല, അത് ഇതുകൊണ്ട് ഈ അത് ഒരു ഒരു ഫെയിലിയർ കാര്യം ഞാൻ ഒപ്പിച്ചില്ല. ഏത് പരീക്ഷ കഴിഞ്ഞപ്പോൾ എനിക്ക് തോക്കുന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു ഇംഗ്ലീഷിൽ. അപ്പൊ അന്ന് പേപ്പറിലൊക്കെ വരുന്ന പേപ്പറിലാണ് ഇത് വരിക. അതിന് മുമ്പേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടാനുള്ള അന്ന് നമ്മുടെ PSC സൂപ്പിയും പിന്നെ ഓമമ്മും ഉണ്ട്. അപ്പൊ സൂപ്പിയുടെ അടുത്ത് കലക്ട്രേറ്റ് ആണല്ലോ ഓഫീസ്. ഞാൻ 2 നമ്പർ കൊടുത്തു പാസ്സാവാൻ നോക്കാനായിട്ട്. ഒന്ന് KP സൂപ്പി ഡോക്ടർ, ഒന്ന് എന്റെ നമ്പർ കൊടുത്തത്. സൂപ്പി പാസ്സാവുന്നുള്ള എനിക്ക് ഉറപ്പാ. അപ്പൊ കുറെ കഴിഞ്ഞപ്പോ ഒന്നും ഇവന് റിസൾട്ട് ഒന്നും തന്നില്ല എനിക്ക് എന്താന്നുള്ളത്. അപ്പൊ ഞാൻ സൂപ്പി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, എന്താ റിസൾട്ട് വന്നോ? അത് നീ പാസ്സായിട്ടുണ്ടെന്ന്. ഞാൻ ചോദിച്ചാൽ രണ്ടും പാസ്സായിട്ടുള്ളൂ. ഇല്ല, മറ്റൊരു പാസ്സായി തോറ്റിരിക്കുന്നു, നീ പാസ്സായിട്ടുള്ളത്. നമ്മൾ എനിക്കിങ്ങനെ അറിയാം ഏത് നമ്പറാണ്. നീ ജയിക്കുമല്ലോ, മറ്റേതോ നമ്പർ തന്നല്ലേ. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ പോയിരിക്കുന്നത്. അങ്ങനെയാണ് പറക്കുള്ളിൽ നിന്ന് തോറ്റിട്ട് വന്നത്. ആ തോറ്റിട്ട് വന്ന നാട്ടിൽ വന്നിട്ട് എന്താ ചെയ്തേ? നാട്ടിൽ വന്ന് അന്ന് ഞാൻ വായന അന്നേ ഉണ്ട്. കുമ്മിയുടെ സൂപ്പി എന്റെ അടുത്ത ഒരു രക്ഷാധികാരിയാണ് സ്കൂളിലേക്കുള്ളവരിലേക്ക്. അവിടെ ധാരാളം മാഗസിൻസ്, സാഹിത്യ ചർച്ചകള്, കാര്യങ്ങള്, NK ബാലകൃഷ്ണൻ, ഞാന്, മൊയ്തു, പൂങ്കക്കുറുപ്പ് മാഷ്, അങ്ങനെ കുറുപ്പ് മാഷ് അന്നില്ല, അന്ന് ചാത്തു മാഷ്, അങ്ങനെ കുറെ വായിക്കുകയും കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരും ചർച്ചകളൊക്കെ ഉണ്ട്. അപ്പൊ സൂപ്പി തന്നെ ഒക്കെ ജോലി തന്നു. അവിടുത്തെ സെയിൽസ്മാൻ ആയിട്ട് 75 രൂപ ശമ്പളം. അവിടെ നിന്നു. അതിനുശേഷം ഞാൻ പരീക്ഷ പാസ്സാക്കി എടുത്തു. ആ സമയത്ത് മറ്റു പ്രോത്സാഹനങ്ങൾ സൂപ്പി വന്നിരുന്നു. അങ്ങനെ ചെറിയ ബോർഡ് എഴുതാൻ തുടങ്ങി. പിന്നെ കൊടയിൽ പേരെഴുതി കൊടുക്കും 25 വയസ്സൊക്കെ. പിന്നെ കസേല മടയും, ബാഗ് മടയും. അത് ബാഗ് മടയുന്നത് തുടങ്ങിയത് MP ഇബ്രാഹിമിന്റെ. ഞാൻ പിന്നെ തുന്നൽ പഠിക്കാൻ പോയിരുന്നു. പിന്നെ മൂലക്കപ്പൽ മൂസയുടെ ശിക്ഷണം കൊണ്ട്. പിന്നെ പെയിന്റിങ്ങിന് പോകും. അങ്ങനെ അറിയാമൊക്കെ പോകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുറച്ച് ഇതൊക്കെ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ പിന്നെ മാണിയിൽ ആദ്യത്തെ ബോർഡ് എഴുത്തുകാരൻ ഞാൻ തന്നെ ആയിരിക്കും. പിന്നെ ഇവരൊക്കെ വന്നത് നമ്മുടെ, എനിക്ക് പേര് പെട്ടെന്ന് വിട്ടു വന്നൊരു പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ മൊയ്തു, സത്യൻ, സത്യൻ എലോക്കൊന്നുമുള്ള ഒരാളുണ്ടായിരുന്നു. അവനാണ് എന്റെ ശേഷം വാസുവേട്ടൻ, അവരൊക്കെ ശേഷം അന്നത്തെ ബോർഡുകളൊക്കെ ഞാനാണ് എഴുതിയിരിക്കുന്നത്. ബാനർ രാഷ്ട്രീയക്കാരൊന്നും പൈസ കിട്ടൂല. പിന്നെ ഫാഷൻ ബേക്കറി, 101 ഫർണിച്ചർ കട, പിന്നെ അതിന്റെ അമ്മൂസിന്റെ കട, പിന്നെ അതിൽ നിന്ന് പിന്നെ ഇതിന്റെ ക്രസന്റ് സ്കൂളിന്റെ ബോർഡ്, ക്രസന്റ് ഹൈസ്കൂളിന്റെ ലോഗോ ചെയ്തത് ഞാനായിരുന്നു.
അന്നേരം വലിയ താല്പര്യം ശരി. ഉണ്ടായിരുന്നു. 76 വന്ന് ഒരു ഡിഗ്രി എടുത്ത് കഴിഞ്ഞാൽ എനിക്കൊരു മാഷ പണി കിട്ടുമെന്നുള്ള അതിന്റെ തുടക്കത്തിലൊക്കെ വളരെ സജീവമായിട്ടുണ്ട്. അതിന്റെ ചരിത്രവും എനിക്കറിയാം. അന്ന് പിന്നെ സർവ്വ ഇന്ത്യ മറ്റുള്ള പേരില് സ്കൂൾ പാസ്സായി കിട്ടി. വെള്ളിയോടായിരുന്നു പാസ്സായത്. അപ്പൊ ആൾക്കാർക്ക് വളരെ ആൾക്കാർക്ക് വെള്ളിയോട് കൊണ്ടുവന്ന് താല്പര്യമില്ല. സ്ഥലം നാട്ടിൽ കിട്ടുന്നില്ല. അങ്ങനെയാണ് മൊയ്തു സ്ഥലം കൊടുക്കാന്നുള്ളത് അമ്മായി സമ്മതിച്ചിട്ട് അവന് ജോലി കൊടുക്കണം. റഹ്മാൻ സ്കൂളിലായിരുന്നു ജോലി. രാജിവെച്ച് ഇങ്ങോട്ട് പിന്നെ സ്ഥലം ബാക്കി പോരായ്മ വന്നു. പിന്നെ മക്കൂൽ പോക്കെടുക്ക മാങ്ങുട്ടിയുണ്ട്. ഇപ്പൊ മാങ്ങുട്ടി ഞാൻ രണ്ടുപേരും ഡിഗ്രി തോറ്റ് വന്നതാ ആ സമയത്ത്. അപ്പൊ പോകർക്ക് നല്ല വിദ്വാനാ. പറഞ്ഞെടുത്ത് മാങ്ങുട്ടിക്ക് ഒരു ക്ലർക്കൽ ജോബ് കൊടുക്കണമെന്ന്. ആ രണ്ടുപേരിലാണ് എടുത്ത് അവിടെ സ്കൂൾ അവിടെ വന്നു. അപ്പൊ എനിക്കും ഒരു പോസ്റ്റ് കിട്ടുമെന്നുള്ള ഇതായതാണ്. അപ്പൊ ഞാൻ ഡിഗ്രിക്ക് പഠിക്കാൻ പോകുന്നുണ്ട്. 78 ഞാൻ ഡിഗ്രി കഴിഞ്ഞ് വരും. അപ്പോഴേക്കുള്ളൊരു പോസ്റ്റ് വരും. ഞാനത് എനിക്ക് നാച്ചുറൽ സയൻസ് ആയിരുന്നു സബ്ജക്ട്. ഞാൻ ചേർന്നത് കെമിസ്ട്രിക്കാണ്. കെമിസ്ട്രി അത് വേറൊരു കഥ. അവസാനം ബോട്ടണിയിലേക്കാണ് മാറിയത്. അപ്പോൾ നാച്ചുറൽ സയൻസിന് ആദ്യം ഒരു പോസ്റ്റ് വന്നപ്പോൾ നമ്മുടെ ആര്യസ് മാഷ് വന്നു. പിന്നെ ഒരു പോസ്റ്റ് ഉണ്ടായ ഒരു 3-4 വർഷം കഴിയുമെന്നുള്ള. അപ്പോഴൊക്കെ ഞാനും റെഡിയായി വരും. അപ്പോഴാണ് പെട്ടെന്നൊരു പോസ്റ്റ് ഉണ്ടായത്. മറ്റേ തുപ്രായി അക്കരയിൽ നിന്ന് കടന്നു വന്ന് ആ പോസ്റ്റ് തട്ടി. അപ്പോൾ ഞാൻ ഗ്യാസ് ഔട്ടായി. എനിക്കത് കിട്ടാൻ സാധ്യതയില്ലെന്ന് തോന്നി. ഡിഗ്രി കഴിഞ്ഞു. പിന്നെ വേറെ കോളേജിൽ വിട്ടു. ഇപ്പൊ എന്റെ കൂട്ടത്തിലുള്ള എല്ലാ ആൾക്കാരും അന്ന് സ്കൂളിലാണ്. അപ്പൊ ഞാൻ എന്നും വരുന്ന സ്കൂളിൽ ഞാനൊരു സ്റ്റാഫ് പോലെയായിരുന്നു എപ്പോഴും. അവിടെ തന്നെയായിരുന്നു ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ. അത് പിന്നെ കഴിഞ്ഞിട്ടാണോ അത് കഴിഞ്ഞിട്ടാണോ വാണിമേൽ MUP സ്കൂളില് അധ്യാപകനായിട്ട് കുറച്ച് നാള് പോയത്? അത് ഞാന് പിന്നെ 75-ലാണ് ഡിഗ്രിക്ക് പോയത്. ഡിഗ്രി കെമിസ്ട്രിക്ക് ചേർന്നു. കെമിസ്ട്രിക്ക് ചേർന്നപ്പം ഈ ഓർഗാനിക് കെമിസ്ട്രി എനിക്കങ്ങ് മനസ്സിലാകുന്നില്ല മാഷ് പഠിപ്പിച്ചിട്ട്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് നിൽക്കുമ്പോഴാണ് പിന്നെ പെട്ടെന്ന് അവിടെ ബോട്ടണിയുടെ ഫസ്റ്റ് ബാച്ച് വരുന്നത്. അങ്ങനെ ഞാൻ അവരിലേക്ക് മാറി. അങ്ങനെ 7 പെൺകുട്ടികളും 7 ആൺകുട്ടികളും ബോട്ടണിക്ക് മാറി. ബോട്ടണി അന്ന് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലാണ്. അപ്പം മടപ്പള്ളി എത്തുന്നതിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 2 ബസ്സാണുള്ളത്. ഒന്ന് 7:25-ന്, ഒന്ന് 9:35-ന്. 7:25-ന് പോയി കഴിഞ്ഞാൽ നേരത്തെയായി പോവും. 9:35 വന്ന് പോയി കഴിഞ്ഞാൽ വൈകിപ്പോവും. അപ്പം പലപ്പോഴും 7:25 പോകാൻ ഒരുങ്ങി കഴിഞ്ഞാലാണ് 9:25-ന് കിട്ടുള്ളൂ. അന്ന് എന്റെ ജ്യേഷ്ഠൻ മൊയ്തും ഉണ്ട്. മൊയ്തു പറഞ്ഞാല് കോളേജ് രംഗത്താണ്. ഞാൻ കൂടെ ഉണ്ടാവും. കോളേജ് രംഗത്താറില്ല. അന്ന് കെപി സുബിയൊക്കെ ഞാൻ ഇവിടെ തന്നെയായി. പിന്നെ കുറച്ച് കുട്ടികൾ മണപ്പള്ളി പിന്നെ മൊയ്തു ഒക്കെ പിന്നെ വന്നതാണ്. മണപ്പള്ളി കഴിഞ്ഞു. അപ്പൊ അടിയന്തരാവസ്ഥയും കാര്യങ്ങളും കുറെ കാലം കുറച്ച് ദിവസം ഞാൻ അവിടെ താമസിക്കും. ഗേള് ബസാർ താമസിച്ചിട്ടുണ്ട്. നാദാപുരം റോഡില് മണപ്പള്ളി. നാദാപുരം റോഡിൽ എന്റെ റൂംമേറ്റും കാര്യങ്ങളൊക്കെ ഇടതുപക്ഷം ഒരു നക്സൽ ചിന്താഗതിക്കുള്ള ആളായിരുന്നു. അന്ന് കക്കയോ അതിലൊക്കെ അവരൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാനും അവരെ കൂടെ ഉണ്ടായിരുന്നു. പാർട്ടിയിലൊന്നുമില്ല. സഹവാസം ഉണ്ടായിരുന്നു. അന്ന് അവരൊക്കെ വളരെ വടകര ട്യൂട്ടോറിയലിൽ പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെയാണ് വാണിമേൽ സ്കൂള് ആലിമാഷിക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നി. ഒരു അൺട്രെയിൻഡ് എന്നുള്ളൊരു കോഴ്സ് വന്നു. എനിക്ക് തോന്നുന്നു വാര്യാർ മാസ്റ്റർ പോയ ആ പോസ്റ്റിലേക്കാണ്. പെട്ടെന്ന് അയാൾക്ക് വേറൊരു എന്താണ് ആർക്ക് വേണ്ടി പിടിച്ചു വെക്കാൻ വേണ്ടി സീറ്റ് പിടിച്ചാൽ വേണ്ടി കുഞ്ഞുമുതല സുബൈദ ടീച്ചർക്ക് വേണ്ടിയിട്ടാണ് എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ എന്നെ ഒരു വർഷത്തേക്ക് അൺട്രെയിൻഡ് ആയിട്ട് ചേർത്തു. ഞാൻ നന്നായിട്ട് ശോഭിച്ചു. അത് വളരെ ഇഷ്ടപ്പെട്ട ജോലിയായിരുന്നു അവിടെ. ഞാൻ കുട്ടികളായിട്ട് വളരെ പിന്നെ ഒന്നാമത് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ അന്ന് ഞാനൊക്കെ ഉള്ളു അവിടെ സയൻസ് ഒക്കെ പഠിക്കാൻ. കുട്ടികൾ വളരെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയും തവളേനെ പൊളന്നിട്ട് കാണിച്ചു കൊടുത്തതും അങ്ങനെയൊക്കെ ഉണ്ട്. അത് അത് കഴിഞ്ഞാണ് അമ്മൂട്ടി മാഷ് ഒരു പറഞ്ഞിരുന്നു വർഷം കഴിഞ്ഞപ്പം ഒരു അമ്മൂട്ടി വർഷം മാഷ് കഴിഞ്ഞ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഥ. ഒരു വർഷം കഴിഞ്ഞപ്പം അത് പോയി. അങ്ങനെ അന്ന് യുണൈറ്റഡ് ട്യൂട്ടോറിയൽ തുടങ്ങിയിട്ട് അന്ന് ട്യൂട്ടോറിയൽ ട്യൂഷനുണ്ട്. പാരൽ കോളേജ് ആയിട്ട് വന്നിട്ടില്ല. അപ്പം കണ്ണൻ മാഷ് പിന്നെ ആനന്ദനൊക്കെ അനന്തൻ മാഷ് പിന്നെ വന്നാണ്. ഞാൻ അവിടെ ചേർന്ന് മാഷായിട്ട് കളത്തിൽ കുഞ്ഞാലിയുണ്ട്. അന്ന് കുറച്ച് മാഷന്മാരായിട്ട് നല്ലൊരു കോളേജ് ട്യൂട്ടോറിയലായിരുന്നു. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ കുറ്റ്യാടി അറബി കോളേജിലേക്ക് ഒരു പോസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഭൗതിക അധ്യാപകനല്ലേ. അന്ന് കുറ്റ്യാടി അറബി കോളേജ് വളരെ ശോഭിച്ചിരിക്കുന്ന കാലത്താണ്. അന്ന് വിദേശത്ത് നിന്നുള്ള 4 സ്റ്റാഫ് ഉണ്ട്. സിറ്റി അബ്ദുൾ റഹീം, ഇ വി അബ്ദു, വി അബ്ദുള്ള മൗലവി, പിന്നെ കെ പി നൂറുദ്ദീൻ.
ഇവരൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടീമായിരുന്നു. പകല് കോളേജ് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുക. രാത്രി അവിടെ മറ്റു ദേശത്ത് വന്ന ബോർഡിംഗ് കുട്ടികളുണ്ടായിരുന്നു. സ്കൂള് കുട്ടികൾ കോളേജിൽ പോവും. രാത്രി അവർക്ക് ട്യൂഷൻ കൊടുക്കണം. അവിടെ കുറെ നല്ല കുട്ടികൾ, നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അങ്ങനെയാണ് പിന്നെ ഗൾഫിലേക്ക് പോകാനുള്ള അത് അവിടെ എത്തും പറയാം. അങ്ങനെയാണ് അവിടെ എത്തിയത്. ഈ ഗൾഫിലേക്ക് ആദ്യം പോയതിനെ കുറിച്ച് പറയോ? ആദ്യത്തെ ഗൾഫ് യാത്ര. അന്ന് ഇതുപോലെയൊന്നും ആയിരുന്നില്ലല്ലോ ഗൾഫ്. അന്ന് എന്ന് പറഞ്ഞാല് ഗൾഫ് ഒരു കപ്പലിന്റെ കാലം കഴിഞ്ഞു. പിന്നെ പ്ലെയിൻ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം ഗൾഫിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹവും ചിന്തയും എന്റെ മനസ്സിലേ ഇല്ലായിരുന്നു. അപ്പം കുടുംബം 2 മക്കളാണുള്ളത്. കുറെ തെങ്ങൊക്കെ ഉണ്ട്. വരുമാനം കൊണ്ടൊന്നുള്ള നിത്യദാരിദ്ര്യം വീട്ടിൽ എപ്പോഴും അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെയാണ് മഴപ്പള്ളി കോളേജിൽ പോയതും. ഫറൂഖ് കോളേജ് അത് തെറ്റായ ഒരു തീരുമാനമായി പോയി. പക്ഷേ ഫറൂഖ് കോളേജിൽ 85-90 റുപ്യന്റെ പിന്നെ ഇത് വരും, ഹോസ്റ്റൽ ബില്ല് വരും. അപ്പൊ അത് കൊടുക്കാനായിട്ട് ഉമ്മ വളരെ നാട്ടിൽ 2 മാസം കഴിയുമ്പോൾ വരുമ്പോൾ ഉമ്മ വളരെ ബുദ്ധിമുട്ടുന്നുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് പിന്നെ ഞാൻ പോവാതിരുന്നത്. മലപ്പുറം കോളേജ് ഒരു വേസ്റ്റ് ആയിരുന്നു. മലപ്പുറം കോളേജ് ഡിഗ്രി കിട്ടിയെന്നല്ലാതെ ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും അനുഭവിച്ച നല്ല കാലം ഫറൂഖ് കോളേജ് കാലഘട്ടമായിരുന്നു. അതൊക്കെ നഷ്ടപ്പെട്ടു. അപ്പൊ അതാകുമ്പോ ഞാൻ തന്നെ സ്വയം പല തൊഴിലെടുത്തിട്ട് കുടുംബത്തെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ എങ്ങോട്ടാണ് ഞങ്ങൾ അടുത്ത് പോയത് എവിടുന്നായിരുന്നു? നമ്മുടെ ആദ്യത്തെ ഗൾഫ് യാത്ര. ആദ്യത്തെ ഗൾഫ് യാത്ര. അപ്പൊ അത് പരപ്പുറം മൊയ്തുവിന്റെ അടുത്ത സുഹൃത്താണ്. മൊയ്തു അതുപോലെ തന്നെ സ്വയം ടൈപ്പ്റൈറ്റിംഗ് കാര്യങ്ങളിൽ സ്വയം വന്ന ആളാണ്. കുറ്റ്യാടി നാദാപുരത്ത് ഒരു വത്സൻ ഉണ്ടായിരുന്നു. പാസ്പോർട്ടൊക്കെ ശരിയാക്കുന്നു. പാസ്പോർട്ടൊന്നും ഉണ്ടാക്കുന്ന ആർക്കും അറിയില്ല. അപ്പൊ വത്സന്റെ കൂടെ ടൈപ്പിസ്റ്റ് ആയിരുന്നു മൊയ്തു. മൊയ്തു ഹൈ ടൈപ്പിസ്റ്റ് ആയിരുന്നു. അപ്പൊ അതിനുശേഷം പിന്നെ അവൻ സ്വന്തമായിട്ട് കുറ്റ്യാടി തുടങ്ങി. കുറ്റ്യാടി തുടങ്ങുമ്പോൾ കുറച്ച് ഓട്ടമൊക്കെ ഞാൻ പിടിച്ചു കൊടുക്കും. അപ്പൊ ഈ സംരംഭം ബിസിനസ് വായന എപ്പോഴേ ഉണ്ടല്ലോ. അങ്ങനെ കുറെ അത് ഇത് ചെയ്ത് കൊടുക്കും. മൊയ്തു വർക്ക് ചെയ്യും. മൊയ്തു വന്നപ്പോ ഞാന് വിചാരിച്ചു ആരെങ്കിലും വീട്ടിൽ നിന്ന് ഒരാൾ പോകണം, എന്നാലേ നമ്മൾ രക്ഷപ്പെടുള്ളൂ എന്നുള്ളൊരു ചിന്ത വന്നു. അപ്പൊ ഞാന് അന്ന് പഠിച്ച ആൾക്കാരും പോവില്ല പുറത്ത്. പഠിച്ചാൽ നമുക്ക് നാട്ടിൽ തന്നെ ജോലി കിട്ടുമല്ലോ. ഒന്നിനും കൊള്ളാത്തവരാണ് ഗൾഫിൽ പോകേണ്ടത് എന്നുള്ള ഒരു ധാരണ നമ്മുടെ വടക്കൻ മാപ്പിളയുടെ ഇടയിൽ. മറ്റേ തെക്കോട്ടൊക്കെ പിന്നെ തൃശ്ശൂരിനൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മളെ ഭാഗത്ത് പഠിച്ച ആരും പോയിട്ടില്ല. ആദ്യമായിട്ട് ഒരു ഡിഗ്രി കയറാൻ പോയത് CK മൊയ്തുവാണ്. CK മൊയ്തു മാഷ്. അത് പുള്ളി കല്യാണം കഴിച്ച് ചെറുപ്പത്തായിരുന്നു. അവരളിമാരെ കയറി പോയതാണ്. അപ്പൊ ഞാൻ മൊയ്തുവിനോട് ഒരു വിസക്ക് ആവശ്യപ്പെട്ടു. അന്ന് 17,000 റിയാലാണ് ഒരു വിസക്ക്. അന്ന് ഫ്രീ വിസയാണ്. അയാളെ പേരിലൊന്നും എടുക്കണ്ട. ഫ്രീ വിസ എന്ന് പറയും. ചിട്ടി വിസ എന്ന് പറയും. അപ്പൊ മൊയ്തു കുറച്ച് പൈസയും കൊടുത്ത് കുറച്ച് എനിക്ക് വിസ അയച്ചു തന്നു. ഇക്കാക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇക്കാക്ക് പോയി ഒരു വൈക്ലബ്ബ്. ഭൂമിയാക്കൽ വിട്ടിട്ട് എവിടെയും ഒരിക്കലും പോയിട്ടില്ല. ഒറ്റക്ക് പോകാൻ ഭയങ്കര പേടി. അവസാനം പറഞ്ഞ് അങ്ങനെയാണ്ട, എന്നാ ഞാൻ പോയിക്കോളാം. ഞാൻ ബി.എഡിനൊന്നും പോയിട്ടില്ലല്ലോ. നമുക്ക് ബി.എഡ് കഴിക്കാനുള്ള ഇത് ഡിഗ്രിക്ക് ഒരു വിപിനി ഏറ്റെടുത്തിരുന്നു. ഒരു എക്സാം എനിക്ക് 80% ഉള്ള സബ്ജക്റ്റില് മറ്റേ സെക്കൻഡറിക്കും സെക്കൻഡറിക്ക് മെയിൻ എഴുതുമ്പോൾ ലാസ്റ്റ് എഴുതുമ്പോൾ ഞാനൊരു പീതാമ്പരം. അപ്പൊ അത്ര പോരാൻ തോന്നിയിട്ട് നമുക്ക് പിന്നെ പരീക്ഷ എഴുതാതിരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. സെപ്റ്റംബർ നന്നായിട്ട് പിന്നെ MBBS പോവാം. അങ്ങനെ തീരുമാനിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് പോയിട്ട് അരമണിക്കൂർ അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ തോറ്റതായിട്ട് തോന്നും. പിന്നെ നമുക്ക് പിന്നെ MBBS എഴുതാനൊന്നും പറ്റില്ല, പിന്നെ പറ്റില്ല, അങ്ങനെ എന്തോ ഒരു നിയമം ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് അരമണിക്കൂർ അറ്റൻഡ് ചെയ്തു. പരീക്ഷ വന്നപ്പോൾ അതിന് 35% പാസ്സായിപ്പോയി. മറ്റേതെല്ലാം കൂടി ഒരു 59% ടോട്ടലായി. അന്ന് ബി.എഡിന് പോകണമെങ്കിൽ പിന്നെ കേരളത്തിൽ കിട്ടണമെങ്കിൽ 60% മേലെ വേണം. പിന്നെ ബാംഗ്ലൂരിന് 2000-3000 അങ്ങനെ കൊടുക്കണം. പിന്നെ സ്കൂൾ ചേരാൻ എനിക്കൊരു ഡിസ്കൗണ്ട് ഒക്കെ കിട്ടുവാണെങ്കിലും റിസൾട്ട് കൊടുക്കണം. അപ്പൊ അതൊക്കെ വേണം. വീട് ഓലപ്പുരന്ന് ഓട് വെക്കണം. അതിനുവേണ്ടി 3 വർഷത്തേക്കാണ് ഞാൻ പറഞ്ഞത് ഞാൻ പോവാ, സ്ഥിരമായിട്ട് പോകുന്നില്ല, 3 വർഷം കൊണ്ട് തിരിച്ചു വന്നിട്ട് നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പോവാന്നുള്ള അത് തീരുമാനമായി. അങ്ങനെയാണ് ഗൾഫിൽ പോകുന്നത്. അപ്പൊ 3 വർഷം എന്നുള്ള പറഞ്ഞ് പോയത് ഇപ്പൊ ഞാൻ 45 വർഷമായി. അങ്ങനെയാണ് 45 ഗൾഫിലേക്ക് വർഷം. പോകുന്നത്. ആ ഗൾഫിലേക്ക് പോയപ്പോ ആരോ ഇതുകൊണ്ട് എനിക്ക് പ്രതീക്ഷിക്കാത്ത ഒരു ജോലി കിട്ടി. അപ്പൊ ഞാനന്ന് പോകുമ്പോൾ കേൾക്കുന്നത് നിന്റെ ഡിഗ്രി ഉണ്ടെന്ന് ഒരു കാര്യവും. ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഇതുണ്ട്. ടൈപ്പ് റൈറ്റിംഗ് ചെയ്യാൻ 2-3 പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ASDF GS
മെഡിക്കൽ പഴയ മെഷീനാ കിട്ടുക. നടക്കൂല, അത് ഉം. മതിയാക്കും. പിന്നെ കല്ലാച്ചി അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു. അതും സക്സസ് ആയില്ല. പിന്നെ വിസ വന്നു. വിസ വന്നപ്പോൾ മൊയ്തു പറഞ്ഞു പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു കെമിസ്ട്രി എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് കൂടി ഇവിടെ ഉണ്ടായിക്കോ. അപ്പൊ എനിക്ക് എന്നുള്ള ധാരണ ഒന്ന് ബോർഡ് എഴുതാം, പെയിന്റിങ്ങിന് പോവാം, പിന്നെ ഫോട്ടോഗ്രാഫിയുടെ ഡാർക്കും വർക്കൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് കുട്ടികളെ വെച്ചിട്ട്. അങ്ങനെ എന്താ ചെയ്യാം. അപ്പോൾ ഡിഗ്രിക്കൊന്നും ഒരു വിലയില്ല. അപ്പോൾ ഡിഗ്രി ഒരു കാര്യമില്ല. അപ്പൊ ഞാൻ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വീട്ടിൽ നിന്ന് എടുക്കാതെയാ പോയത്. അത് ഇത്രയും കാലം ഒരു വാല്യൂ ഉള്ള സംഗതിയാണ്. അത് നഷ്ടപ്പെട്ടു പോകണ്ടെന്ന് വെച്ചിട്ട് ഞാൻ എടുക്കാതെ പോയത്. അങ്ങനെയാണ് പോയത്. നമ്മളെ നാട്ടുകാർക്ക് ഈ വൈറ്റ് കോളർ ജോബിനെ കുറിച്ച് വലിയ ധാരണയില്ല. അവരൊക്കെ സാധാരണക്കാരാണ്. അവർ എവിടെയാണ് ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് അവർക്കറിയില്ല. അവൻ വന്നു ഞാൻ പറയുമ്പോൾ മൊയ്തു എന്താ അത്യാവശ്യത്തിന് ഇങ്ങ് നാട്ടിൽ പോരുകയും ചെയ്തു. പിന്നെ എനിക്ക് അവിടെ ആരും ഇല്ല. അപ്പൊ ഞാൻ കല്യാണം കഴിച്ചിട്ടാണ് അതിന്റെ ഇടയ്ക്ക് കുറെ സ്കിപ്പായ ഭാഗമുണ്ട്. അങ്ങനെ ഉം. അരൂക്കുള്ള അന്തർക്കയും പിന്നെ വായൽ സൂപ്പിക്കൻ്റെ സഹായിച്ചത്. അപ്പൊ ആദ്യം എനിക്ക് കിട്ടിയ ജോലി കിട്ടിയത് ഒരു പിന്നെ ഹോൾസെയിൽ കടയിൽ ഓഫീസ് ബോയ് ആയിട്ട്. അവിടെ ചായ കൊടുക്കലും പിടിക്കലൊക്കെ ആയിരുന്നു. ബാത്റൂമൊക്കെ കഴുകണം. അത് കഴിഞ്ഞപ്പം വേറൊരു ഇപ്പം ഒരു ജോലിക്ക് കളത്തിൽ മമ്മു എന്നോട് ആവശ്യം ഒരു ടൈപ്പ് സെറ്റായിട്ട് അന്ന് ഓഫ്സെറ്റ് പ്രിന്റിംഗ് കത്തലൊന്നുമില്ല. ഈ ഉം. മാഗസിനൊക്കെ പിന്നെ എഡിറ്റ് ചെയ്യണമെങ്കിൽ നമ്മളെ പോലെ ആ, ഈ ടൈപ്പ്. OTP കൈകൊണ്ട് ഓരോ അക്ഷരം ഒട്ടിച്ച് അത് ക്യാമറയിൽ പോയിട്ട് അത് വലുതാക്കി എടുത്ത് ഹെഡിങ് വേറെ ചെയ്തു, മറ്റേ വേറെ ചെയ്തു, ഫോട്ടോ വേറെ ഒട്ടിച്ചു. എല്ലാം ഒട്ടിച്ചിട്ട് അതിന്റെ ഫോട്ടോ എടുത്ത് അപ്പൊ അതിൽ ടൈപ്പ് സെറ്റിംഗ് ചെയ്യുന്ന ഒരാളെ വേണം. ടൈപ്പ് റൈറ്റിംഗ് അറിയണം. അപ്പൊ അങ്ങനെ അവിടെ ജോലിക്ക് പറഞ്ഞു. അപ്പൊ എനിക്ക് വലിയ ഉറപ്പില്ല, ടൈപ്പിംഗ് വലിയ സ്പീഡും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അന്ന് തന്നെയാണ് സിറിയൻ ലിബിയൻ എംബസിയിൽ ഒരു ഓഫീസ് ബോയുടെ പോസ്റ്റ് ഉണ്ടെന്നത്. ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ആര് വന്നാൽ ഞാൻ ജയിക്കും എന്നുള്ളത്. അവിടെ പോയിട്ട് ഞാൻ ജോയിൻ ചെയ്തു. 1000 രൂപ 1000 റിയാൽ ശമ്പളം. അപ്പൊ തന്നെ ഞാൻ അവരോട് പറഞ്ഞു ഇന്ന് എനിക്ക് ജോയിൻ ചെയ്തോട്ടെ, ഞാൻ 10 മണിക്ക് ഒന്ന് പോട്ടെ. ഞാൻ 10 മണിക്ക് പോയിട്ട് മറ്റൊരു ഇന്റർവ്യൂവിനും പോയി. മമ്മു പറഞ്ഞ അതൊരു ഇംഗ്ലീഷ് അല്ലായിരുന്നു, പീറ്റർ. അതിന് പോയി. അതിന് പോയപ്പോ ഞാൻ സെലക്ട് ചെയ്തു. അപ്പൊ പറഞ്ഞു അന്ന് ഒഴിഞ്ഞു പോകുന്നൊരു ഈ പോസ്റ്റ് ഒഴിഞ്ഞു പോകുന്ന ഒരാളുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു സാഹിബ് പറഞ്ഞു ഇനി നീ ഒരു 2 ആഴ്ച ഇയാൾ ഒഴിഞ്ഞു പോകുന്ന ആള് നിനക്ക് ട്രെയിനിങ് തരും. എന്നിട്ട് ഞങ്ങൾ നോക്കിയിട്ട് എടുക്കാൻ തന്നു. അപ്പൊ അവനും ഒരാളെ കൊണ്ടുവന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അവനെ കൊണ്ടുവന്ന ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കാനാണ് താല്പര്യം ഉണ്ടാവുക. അപ്പൊ എന്നെ തീരെ കെയർ ചെയ്യുന്നില്ല. ഞാനും മറ്റേ എംബസിന്ന് ജോലിയും കഴിഞ്ഞ് വൈകുന്നേരം അവിടെ പോകും. അപ്പൊ ഞാൻ പിന്നെ സാഹിബിനോട് കംപ്ലൈന്റ് ചെയ്തു. ഇങ്ങനെ അപ്പൊ മറ്റൊരു ദിവസം വിളിച്ചു. അത് മലയാളികൾ എല്ലാവരുടെയും ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അതിൽ എനിക്ക് കിട്ടി. എനിക്ക് കിട്ടി. അപ്പം അപ്പോഴാണ് ഞാൻ ജൂൺ 30-ാം തീയതി എങ്ങനെയാണ് ഖത്തറിൽ നിയമം വരുന്നത്, സ്പോൺസർഷിപ്പ് നിയമം. ഉം. 1968 നിയമമാണ്. പക്ഷെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്പോൺസർ കൂടെ മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ പോകുന്ന ഫ്രീ വിസയാണല്ലോ. ആ. അപ്പോ ഇവിടെ ഇന്റർവ്യൂ ചെയ്തിട്ട് അവിടെ അന്ന് ഫ്രഞ്ചുകാരായിരുന്നു സെലക്ഷനും കാര്യങ്ങളൊക്കെ. അപ്പൊ എന്റെ ജസ്റ്റ് മുമ്പ് എടുത്തവരൊക്കെ ഫ്രാൻസിലേക്ക് ട്രെയിനിങ്ങിന് അയച്ചിട്ടുണ്ട്. നമ്മുടെ വള്ളേരി മമ്മൂക്കന്റെ അനിയൻ അന്തോ എഞ്ചിനീയർ, ഉം. അങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഉം. ഫ്രാൻസിൽ പോയിട്ടുണ്ട്. അപ്പൊ ഫ്രാൻസിലേക്ക് അവർ തിരിച്ചു വരുന്ന സമയത്ത് കുറച്ച് 3-4 സിറിയക്കാര് അവിടുന്ന് ട്രെയിൻ ചെയ്ത് തിരിച്ചു വരാം. ആ ഒരു പോസ്റ്റ് ഉണ്ട് ലാബിലേക്ക്. അപ്പൊ അതിന് റിട്ടേൺ ടെസ്റ്റ് ആയിരുന്നു. കുറെ ആളുണ്ടായിരുന്നു. റിട്ടേൺ ടെസ്റ്റ് കഴിഞ്ഞു തന്നെ ഞങ്ങളൊരു 5 പേരെ സെലക്ട് ചെയ്തു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട്. ഇന്റർവ്യൂവിന് പോകാനായിട്ട് ഇത് ദോഹയിലാണ് അവരുടെ ഓഫീസ് ഉള്ളത്. ഈ കാക്കു എന്നുള്ള കമ്പനി തുടങ്ങിയിട്ടില്ല, ലാസ്റ്റ് സ്റ്റേജിലാണ്. അപ്പൊ ഞങ്ങളെ ഇന്റർവ്യൂവിന് വേണ്ടി സായിപ്പന്മാരെ കാണാൻ വേണ്ടിയിട്ട് അവിടത്തേക്ക് അയച്ചു. അപ്പൊ അവിടുന്ന് ഒരു പിക്കപ്പിന്റെ പുറത്താണ് ഞങ്ങളെ അയച്ചത് അവിടെ. ബാക്കിയുള്ള ഉം. എൻ്റെ ഉള്ള 4 അച്ഛന്മാരെ മുമ്പേ പരിചയമുള്ളവരാ. ഇത് ഒരു കാക്ക ഞങ്ങൾ പിന്നെ ഉംസൈദ് ഭാഗത്ത് അല്ലെങ്കിൽ ക്യൂക്കമ്പിൽ നിന്നും അന്ന് വടക്ക് മലബാറികളൊന്നും ഉണ്ടാവാറില്ല. അവരുടെയൊക്കെ കുത്തകയാ ശരിക്കും. അവരെ അടുപ്പിക്കില്ല. അപ്പൊ അവിടെ പോയപ്പോ എന്നെ ഇതാക്കി പിക്കപ്പിന്റെ പുറത്ത് കയറി. 3 പേര് ഉള്ളിൽ കയറി. ഞാനും ഒരു പുതുതായിട്ട് വന്നൊരു അച്ചായനും ബാക്ക് കയറി. അങ്ങനെയാണ് ഇന്റർവ്യൂവിന് പോകുന്നത്. ഇന്റർവ്യൂവിന് പോകുമ്പോ എന്നെ ആദ്യം തള്ളി അവരെ മുകളിലാക്കി. എന്താണെന്ന് ചോദിക്കുന്നതൊക്കെ അറിയാനായിട്ട്. അപ്പൊ അവര് പോയിട്ട് എൻ്റെ അടുത്ത് സർട്ടിഫിക്കറ്റ്, എനിക്ക് കെമിസ്റ്റ് എന്താണെന്ന് തന്നെ അറിയില്ല എന്താണെന്ന്. ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് വരുന്നത് ആർക്കും അറിയില്ല. കെമിസ്ട്രിയുടെ സർട്ടിഫിക്കറ്റ്. ആകെ അറിയുന്നത് പിന്നെ മരുന്ന് ഷാപ്പിലെ കെമിസ്റ്റ് മരുന്നുണ്ടാക്കുന്നത് പഠിക്കുന്നു. പിന്നെ എൻ്റെ അടുത്തുള്ള ഒരു ഫോട്ടോഗ്രാഫി ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ സായിപ്പ് അത് കണ്ട് പിന്നെ ഫോട്ടോഗ്രാഫിയുടെ കെമിക്കൽ സൈഡൊക്കെ ചോദിക്കാൻ തുടങ്ങി. അത് പറഞ്ഞു. ഇതൊക്കെ ഉം. കഴിഞ്ഞു. കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ ഞാൻ നന്നായിട്ട് അറ്റൻഡ് ചെയ്തു. അത് വന്നു കഴിഞ്ഞ് മറ്റൊരു പോയി. 2ാമത്തെ ആളെ കഴിഞ്ഞപ്പോൾ നേരെ സാഹിബ് പുറത്ത് ചാടി വന്നു. ആർ യു മാരീഡ്? ഞാൻ പറഞ്ഞു മാരീഡ് ആണ്.
അവൻ 6 മാസം കഴിഞ്ഞിട്ടാണ് ജോലി എന്റെ ഫാമിലിയോടെ കൊണ്ടുവരാൻ പറ്റും. ഞാൻ അതായത് നമ്മുടെ മലബാരികള് ഫാമിലിയെ കൊണ്ടുവരാനുള്ള ഒരു തീരുമാനം വരെ എടുത്തിട്ടില്ല. ഉം. അങ്ങനെയാണെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ട് ഫാമിലി കൊണ്ടുവരാറ്. പക്ഷേ ഉമ്മായോട് എന്റെ പെണ്ണുങ്ങളെ ഞാൻ കൂട്ടിക്കോട്ടെ ചോദിക്കാൻ 5 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് ധൈര്യം വന്നില്ല ഉമ്മാനോട് ചോദിക്കാനായിട്ട്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ആ. പെട്ടെന്ന് ആദ്യം തന്നെ ഭാര്യനെ എത്തിച്ചിട്ടാണ് കൊണ്ടുപോവുക. ഒരു കാറിന്റെ ലൈസൻസ് എടുത്തില്ല, കാറില്ല. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങള് പ്ലാൻ ചെയ്യാതെ തെറ്റിപ്പോവും. നിങ്ങൾ ആദ്യം പെട്രോ കെമിസ്റ്റ് ആയിട്ടാണ് ജോലിക്ക് കയറിയത്. പിന്നെ എപ്പോഴാണ് അതെ. സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസ്സിലേക്ക് മാറുന്നത്? ആദ്യം ഞാൻ പെട്രോകെമിസ്റ്റ് ആയിട്ട് ജോലി കയറി. അപ്പൊ അവിടെ ഒരു ഫസ്റ്റ് അറബൈസേഷൻ, പിന്നെ ഖത്തറൈസേഷൻ എന്നുള്ളൊരു പോളിസി വന്നു. അപ്പം ഇന്ത്യക്കാർക്കൊന്നും വലിയ സാധ്യതയില്ല. അത് 80-ലാണ് 85 കാലഘട്ടത്തില്. അപ്പൊ ലാബിലാണെങ്കിൽ പോസ്റ്റ് വളരെ കുറവുണ്ടല്ലോ. ഒരു വലിയ ഫാക്ടറി ആണെങ്കിൽ ലാബിൽ ഒരു 10 പേരുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ സൈഡിൽ 10-100 ആൾക്കാരുണ്ടാവും. അപ്പൊ ഞാൻ എന്റെ വിളഞ്ഞ ബുദ്ധി ചിന്തിച്ച് ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് ഇന്ന് പ്രൊഡക്ഷനിലേക്ക് മാറണം. അപ്പൊ നമ്മൾ സാധ്യത കുറച്ച് കൊടുക്കും. ഇവിടുന്ന് കുറച്ച് എക്സ്പീരിയൻസ് കിട്ടി കഴിഞ്ഞാൽ വേറെ എവിടെയും പോവാം. ഒരു ഓപ്പറേറ്റർ ആയിട്ട്. അങ്ങനെ 6 മാസം കഴിഞ്ഞപ്പം 6 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ വലിയ കാല് പിടിച്ച് സമ്മതിച്ചില്ല. ഒരു സമയത്ത് ഒരു ഫ്രഞ്ചുകാരൻ മാത്രം, അതായത് മറ്റേ അറബിയും ഉള്ള ബോസുമാര് ലീവ് പോയി ഒരാഴ്ച ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഈ ഫ്രഞ്ചുകാരനെ പിടിച്ചിട്ട് പെട്ടെന്ന് വാങ്ങിയിട്ട് അങ്ങോട്ടേക്ക് മാറ്റാൻ കൊടുത്തു. അവിടത്തേക്ക് മാറി. അവിടെ ഇതിലും ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. ഔട്ട്ഡോർ ചെയ്യണം, വർക്ക് ചെയ്യണം, അതിന് എക്സ്പോഷർ ഉണ്ടാവും. അങ്ങനെ 20 വർഷം അവിടെ ചെയ്തു. 6 വർഷം ഇവിടെയും. 20 വർഷം ചെയ്തു. അവിടുന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ജോലിയല്ല. അത് ഞാൻ പ്രൊമോഷനൊന്നും താല്പര്യമില്ല. തട്ടിമുട്ടി അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ 20 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ലാബിലേക്ക് മാറി. അപ്പൊ എന്റെ ലാബിലേക്കുള്ള ആൾക്കാർക്ക് വലിയ ഹൈ പോസ്റ്റിലേക്ക് മാറി. ഞാൻ ഇതിലായിരുന്നു. ആ പോസ്റ്റിൽ മാറി. പിന്നെ സീനിയർ പോസ്റ്റ് ഒക്കെ തരാൻ തന്നു. തരാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റ ഒരാൾ പെട്ടെന്ന് അവിടുന്ന് മാറിക്കൊണ്ടുവന്നു. അതുമായി അങ്ങനെ 35 വർഷം കാക്കുവില് ഞാൻ ജോലി ചെയ്തു. 60 വയസ്സ് തികയുന്നു. അന്ന് പിന്നെ ലാസ്റ്റ് ആൾക്കാർ പിരിച്ചുവിടുന്നൊക്കെ കാര്യം. അതൊക്കെ തട്ടിമുട്ടി നിന്നു. പ്രശ്നമില്ല. ലാബിന് നല്ല പേരായിരുന്നു. അപ്പൊ 60 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ നിലക്ക് 1-2 വർഷം നമുക്ക് കിട്ടും. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് എന്നെ ആവശ്യമുണ്ട്. അവര് വീണ്ടും കുറെ മെയിൻ ഓഫീസിൽ ശ്രമിച്ചു നോക്കി. ഒരു 3 വർഷം കിട്ടാനായിട്ട്. ഇത് ഏത് അപ്പൊ ആൾക്കാർ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു? പിരിച്ചുവിട്ടിട്ടുണ്ട്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. പിന്നെ ലബോറട്ടറി. അല്ല, ഇത് ഏത് ഗവൺമെന്റ് സ്ഥാപനമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് സ്ഥാപനമാണോ? പെട്രോളിയം ഗവൺമെന്റ് സ്ഥാപനം. കമ്പനിയാണോ? ഗവൺമെന്റ് സ്ഥാപനം എന്ന് പറഞ്ഞാൽ QGPC, ഖത്തർ ജനറൽ പെട്രോളിയം കോർപ്പറേഷൻ അണ്ടറിലാണ്. പുള്ളി ഗവൺമെന്റ് ആണ്. അപ്പൊ അതിന് ഓക്കെ. ടെക്നോളജി ഇല്ലാത്തതുകൊണ്ട് അത് പെട്രോ കെമിക്കൽ വരുന്നത്, പ്ലാസ്റ്റിക് വരുന്നത് ഫ്രഞ്ചിന്റെ കൂട്ടായ്മയിലാണ്. അപ്പൊ ഫ്രഞ്ചുകാർക്ക് 20% ഉണ്ട്, 80% ഖത്തർ ഗവൺമെന്റും. അപ്പൊ ഫ്രഞ്ചുകാരൊക്കെ നമ്മള് അവരുടെ എക്സ്പെർട്ടൈസ് ഞങ്ങളെ ട്രെയിൻ ചെയ്യുന്ന കാർഡുണ്ടാവും. അവർക്ക് 25,000 റിയാൽ അന്ന് ഇവിടെ കൊടുക്കും. ഫ്രാൻസ് കിട്ടുന്ന ശമ്പളം അതേപോലെ അതും കൊടുക്കും. അപ്പൊ 2 വർഷം കഴിഞ്ഞിട്ട് അവര് പോവും. പിന്നെ മെനയുണ്ട് അത് ഖത്തർ ഗവൺമെന്റാണ് ഒരു എല്ലാരും ആഗ്രഹിക്കുന്ന ഖത്തറിൽ നിന്ന് ക്യൂക്കമ്മിന് ജോലി കിട്ടുക എന്നാണ് ഒരു ഡ്രീം. അപ്പൊ അവർക്കാണ് എല്ലാ ഫെസിലിറ്റിയും ഉള്ളത്. അതെല്ലാം ഇതാക്കിയിട്ടുണ്ട്. പിന്നെ ഫാമിലി വിസ ഉണ്ട്, ഫാമിലി അക്കോമഡേഷൻ ഉണ്ട്, കാറ് കൊടുക്കും, കുട്ടികളുടെ എഡ്യൂക്കേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ടിക്കറ്റ്, എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് വളരെ കംഫർട്ട് ലൈഫായിരുന്നു. അപ്പൊ ഉം, എന്നിലുള്ള ഉം, കലകളും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഞാൻ മറന്നുപോയി. ഇതിലൊന്നും ഉം, അന്ന് മാത്രമല്ല, ഗൾഫിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ മറക്കണം. ഇതൊന്നും സാഹചര്യം ഇല്ലാത്ത സമയമായിരുന്നു അന്നൊക്കെ. ഇന്ന് ഉം. എല്ലാം കിട്ടുകയും ചെയ്യും. ഡ്രാമ ഉണ്ട്, കളിയുണ്ട്, സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട്. അന്നൊക്കെ സ്റ്റേജ് പ്രോഗ്രാം പോയി നടത്താൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പോലീസുകാർ വരും, തോക്കിട്ട് പിടിച്ചു കാണിച്ച് വെച്ചാൽ ഈ സ്റ്റേജിലേക്ക് ഇത്ര വെടിയൊക്കെ പറ്റൂ, മറ്റേ വരും. അവസാനം ചിലപ്പം നിഷേധിക്കും. വളരെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പത്രങ്ങളെ കിട്ടുക 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടുക. അപ്പൊ അങ്ങനെയും ഞാൻ അന്ന് സമയത്ത് വരുമ്പോ ഓക്കെ. അങ്ങനെയാണ് 35 വർഷം കഴിഞ്ഞു. ഞാൻ 2015 ആ സമയത്ത് കുറെ ബിസിനസ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഞാൻ ചെയ്തത്, ഇപ്പൊ എന്നെക്കൊണ്ട് എന്റെ ഒരു കുടുംബം പോറ്റാൻ പറ്റില്ലെന്ന് വെച്ചാൽ 1985-ല് 86-ല് ഞാൻ സ്വന്തം വീട് ആദ്യം ഓലപ്പുര മാറ്റണം എന്ന് വിചാരിച്ചേനും വാർപ്പിന്റെ പുര നല്ല അന്നത്തെ കാലത്ത് ഭൂമിയൊക്കെ നല്ലൊരു പുര വെച്ചു. ജ്യേഷ്ഠന്റെ മകളെ കല്യാണം കഴിച്ചു. കുറച്ച് സ്വത്തും വാങ്ങിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ജ്യേഷ്ഠനെ ഇവിടെ കൊണ്ടുവരണം. എനിക്ക് സെപ്പറേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ ജ്യേഷ്ഠനെ കൊണ്ടുവരാൻ വേണ്ടി ഒരു ബിസിനസ് തുടങ്ങിയാണ്. ജ്യേഷ്ഠന് വേണ്ടിയിട്ടാണ് ബിസിനസ് തുടങ്ങിയത്. ഒരാൾക്ക് 50,000 റിയാൽ കൊടുത്തിട്ട് ചേർത്തു. അവര് തമ്മിൽ യോജിച്ചു പോയില്ല. ഇക്കാക്ക് ഖത്തറിൽ നിൽക്കാൻ വലിയ താല്പര്യമില്ല. ഞാൻ തിരിച്ചു പോയി. പിന്നെ അളിയനും എന്റെ സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോരോ ബിസിനസ്സിലേക്ക് ഇറങ്ങിയത്.
എനിക്കതിനകത്ത് വലിയ എക്സ്പെർട്ടൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിലൊന്നല്ല ചെയ്തത്. പിന്നെ എൻ്റെ ഒരു സ്പിരിറ്റുമായി. പിന്നെ എനിക്ക് അവസാനം തോന്നി ഇനി ഞാൻ എടുക്കണമെങ്കിൽ സ്വന്തമായിട്ട് ഇൻവോൾവ് ചെയ്യാനും മാനേജ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം എന്നുള്ളത്. അപ്പൊ മാനേജ് ചെയ്യുകയാണെങ്കിൽ ഈ ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടാകും. കച്ചവടം നോക്കണം, അന്തർമാനം നോക്കണം നടക്കൂല. ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഒരു അറബിനെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെയാണ് ഇപ്പൊ നടക്കുന്ന ഒരു മാനുഫാക്ചറിങ് ബിസിനസ് ഒരു ഹൈ ക്ലാസ് ബിസിനസ്സിലേക്ക് പോയത്. അത് വേറൊരു ചരിത്രമാണ്. ഇതെങ്ങനെ നിങ്ങൾ ശരിക്കും ഈ ഒരു മാനുഫാക്ചറിങ് ബിസിനസ്സിലേക്ക് വരുന്നത്? നിങ്ങളെ എക്സ്പീരിയൻസും ഒന്നും ആ മേഖലയിലല്ലല്ലോ. പണ്ടേ എനിക്ക് കിളിപ്പിത്തിൽ പണിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് തന്നെ ചെറുപ്പത്തിൽ തന്നെ. എന്തുവാ അതെങ്ങനെ ഉണ്ടാക്കിയത്, എങ്ങനെയാ പോകുന്നുള്ളത്. അപ്പൊ കാപ്കോയിലൊക്കെ വലിയ കമ്പനി പോയി കഴിഞ്ഞാൽ നമ്മളൊരു പാട്ട് മാത്രമേ നമ്മൾ അറിയുള്ളൂ. അവിടെ നമുക്ക് സാമ്പിൾ വരും, അത് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക, അതിന് പ്രൊസീജിയർ ഉണ്ടാവും. അപ്പൊ ഇതിലൊക്കെ താല്പര്യമുള്ളതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കാണുക, ചെയ്ത് കാണുക, നമ്മൾ അറിയാതെ തന്നെ ധാരാളം വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പം റഷീദ് തന്നെ നമുക്ക് എന്തൊക്കെ വിവരങ്ങൾ കിട്ടി നമ്മൾ മനസ്സിലായില്ല. അത് ഉപയോഗിക്കാൻ വരുമ്പോഴാണ് നമുക്ക് വിവരങ്ങൾ നമ്മളിതുള്ളത് ഇടുക. അപ്പൊ ഇതില് ഈ നിങ്ങളുടെ കമ്പനികൾക്ക് ഉള്ളത് ആൾക്കാർക്ക് ഇതിനെപ്പറ്റി വിവരം, എനിക്ക് തിയററ്റിക്കൽ നോളജ് നല്ലോണ്ട് പ്ലാസ്റ്റിക്കിന്റെ. അപ്പൊ ഞാൻ ഉം, ഉം. ചെറിയൊരു കാലം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരു നമ്പർ 1 കമ്പനിയായിട്ട് ഉയർന്നു. പക്ഷെ അത് അവസാനം എനിക്ക് അത് എടുക്കാൻ പറ്റിയില്ല. അത് എന്റെ ഫൈനാൻസർക്കും സ്പോൺസർക്കും മനസ്സിലായില്ല. മകൻ കൈകാര്യപ്പെട്ടു. അങ്ങനെ പല ഡോക്ടർമാരും വലിയ വലിയ എഞ്ചിനീയർമാരുടെ അതിൽ പങ്കെടുത്തു. അപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ മറ്റുള്ള ആൾക്കാർ ഇടപെട്ട് കഴിഞ്ഞാൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ ഏകദേശം പോകുമ്പോൾ അവിടെ തന്നെ പുറത്താക്കി. എനിക്കൊന്നും കിട്ടിയില്ല. അതിനുശേഷം എന്റെ എക്സ്പീരിയൻസ് വെച്ചാൽ വലിയൊരു ഗ്രൂപ്പ് എന്നെ ഏറ്റെടുത്തു. അവർ ഇൻവെസ്റ്റ് ചെയ്തിപ്പോ അതാണിപ്പം വീണ്ടും ഉം. റൺ ചെയ്ത് പോകുന്നത്. അത് സൗദി തുടങ്ങുന്നത് സൗദി പിന്നെ കുറച്ച് വേറെ സാങ്കേതിക പ്രശ്നം ഉണ്ടായിട്ട് ഖത്തറിൽ തുടങ്ങി. അപ്പൊ അതിപ്പോ തുടങ്ങിയിട്ട് 2 മാസം ആയിട്ടേ ഉള്ളൂ. നന്നായിട്ട് പോകുന്നുണ്ട്. അതിൽ ഞാൻ ഫൈനാൻസ് ഇല്ല. പക്ഷെ ഞാൻ പാർട്ണറാണ്. എന്റെ ഈ ഇതാണ് ഞാൻ അവർ. ഉം. ഇതുമായിട്ട് ബന്ധമില്ലാത്ത വേറൊരു ചോദ്യം ചോദിക്കാനാണ് പോയിൽക്ക. ഉം. പോയിൽക്ക ഉം. ശരിക്കും ആദ്യം ദോഹയിൽ ചെല്ലുന്ന സമയത്തെ അവിടുത്തെ ഒരു അവസ്ഥ എന്താണ് അന്ന് ഉണ്ടായിരുന്നത്? ഇപ്പൊ അന്ന് ഇതുപോലെ റോഡ് ഉണ്ടാവില്ല, ഇതുപോലെ ഇന്നുണ്ടായിരുന്ന അറിയപ്പെടുന്ന ഒരു സംഗതി അവിടെ ഉണ്ടായിരുന്നില്ല. അത് വലിയൊരു ഗ്രാമം അതേ പറയാൻ പറ്റുള്ളൂ. ചെറിയൊരു ഹോസ്പിറ്റല്. എന്റെ ഫസ്റ്റ് മോളെ പ്രസവിച്ച അവിടെയാ. ചെറിയൊരു ഷെഡ് പോലുള്ള ഹോസ്പിറ്റല്, ചെറിയൊരു പോസ്റ്റ് ഓഫീസ്, 1-2 കമ്പനികള്. വേറെ കാര്യങ്ങൾ എന്താ അവിടെ ഉണ്ടായിരുന്നത്? ഇപ്പൊ ഓരോന്ന് നോക്കിക്കഴിഞ്ഞാലും കുറച്ച് റോഡുകൾ മാത്രം. അത് ഉള്ളത് പക്ഷെ ഉള്ളത് പിന്നെ ഒരു 50 പൈസന്റെ ചായ, 5 റുപ്യന്റെ ചോറ്, 50 റുപ്യന്റെ എക്കാമ, 1000 റുപ്യന്റെ ടിക്കറ്റ്. ടിക്കറ്റ് അന്ന് പൈസ വേണുണ്ട്. ഒരു 500 റുപ്യന്റെ റൂം. ഇതൊക്കെയായിരുന്നു. നമ്മളെ നാട്ടിലുള്ള ആളുകൾ ഒരുപാട് ഉണ്ടായിരുന്നു അന്ന്, ചായക്കടയും മറ്റു ഇതൊക്കെ ആയിട്ട്. എന്നുണ്ട് നമ്മളെ നാട്ടിലെ ആൾക്കാർ ബിസിനസ്സിലേക്കില്ല. അന്ന് ഞാൻ ഇവിടെ വരുമ്പോ ഒരു 65, 63 വാടകക്കാരുണ്ടായിരുന്നു. അപ്പൊ ഉം, അന്നുള്ള ആൾക്കാർ ഇവരൊക്കെ നല്ല വയസ്സും വിദ്യാഭ്യാസത്തിലുള്ള ആൾക്കാർ. അവരിതൊക്കെ നല്ല സ്നേഹവും കെയറൊക്കെ ആയിരുന്നു. തോട്ടത്തെ മൊയ്തുക്ക, ഉം, പിന്നെ ഉസ്സൻക, പൽപ്പുറ മൊയ്തു, പിന്നെ മുത്താച്ചിങ്ങനെ മൊയ്തു, മുത്താച്ചിങ്ങനെ അന്തറു, അങ്ങനെ എല്ലാം കൂടിയിട്ട് എനിക്ക് അതിന് കൃത്യമായ കണക്കുണ്ടാകുന്നത് 1980-ലാണ് ഞാൻ പോകുന്നത്. 81 ഏപ്രിലാണ് തറവ് രാജ് ഫറൂഖ് അല്ല പ്രസിഡന്റ് സ്കൂളിന്റെ പിരിവിനായിട്ട് വരുന്നത്. അന്ന് ഞാൻ ഉം. മായനാജ് പ്രസിഡന്റും ഞാൻ കൺവീനറായിരുന്ന കമ്മിറ്റിക്ക്. അന്ന് അതിൽ പങ്കെടുത്ത 63, 65 പേരാണ്. വാണിമേടുള്ള എല്ലാ ആൾക്കാരും നല്ല സംഖ്യ കൊടുത്തിരുന്നു. അപ്പൊ ഞങ്ങൾ കൊടുക്കുന്ന 1000 റിയാൽ. അന്ന് ഒരു റിയാലിന് 2 റുപ്യ. ഇന്ന് ഒരു റിയാലിന് 24 റുപ്യാണ്. അപ്പൊ ഈ അതിന് പോയിൽക്കാരന്റെ പറഞ്ഞോ. പോയിൽക്കാരന്റെ കൂടെ പഠിച്ച ആളുകളെല്ലാം ആ സമയമാകുമ്പോഴത്തേക്ക് നാട്ടില് അധ്യാപകരോ അല്ലെങ്കിൽ മറ്റ് പല പൊസിഷനിലേക്കെല്ലാം പോയിട്ടുണ്ടാവും. അപ്പൊ അന്ന് നാട്ടില് ഗൾഫുകാർ എന്ന് പറയുന്നത് വേറെ രീതിയിലൊക്കെയാണല്ലോ കാണാം. അപ്പം ഇത് കഴിഞ്ഞ് നാട്ടിൽ വരുമ്പം എന്തായിരുന്നു ഒരു ഫീലിംഗ്? ആൾക്കാര് ഇപ്പൊ കൂടെ പഠിച്ച ആളുകളൊക്കെ വേറെ ലെവലിലേക്കൊക്കെ എത്തുമ്പോൾ നമ്മളിങ്ങനെ ഒന്നും അല്ലാതെ പോയി അങ്ങനെ തോന്നിയോ? പക്ഷെ എനിക്ക് പണ്ടത് ഗൾഫുകാരന്റെ ഒരു പരാധീനത എനിക്കില്ല. ഞാനൊന്ന് ഹൈ ലെവലിലാ. ഉം, കുടുംബം ഉം, കൂടെ ഉണ്ട്, നല്ല വസ്ത്രങ്ങള്, ഇവരുടെയൊക്കെ ഇതുണ്ട്. അപ്പൊ ഞാൻ ആദ്യം തന്നെ പിന്നെ എന്റെ വലിയൊരു കൂട്ടുണ്ടായിരുന്നത് ക്രിസന്റ് സ്കൂളാണ്. പിന്നെ നമ്മുടെ ഉം, മൂസ, ഉം, തോട്ടത്തിൽ അന്തതിന്റെ സീനിയേഴ്സ് ആണ്. പിന്നെ MM ഉം, കുഞ്ഞമ്മദ്, പിന്നെ ഉം, മാഷ് സൂപ്പി, പിന്നെ ഉം, ഓമമ്മു, അവരൊക്കെ വലുതാണ്. PV അഹമ്മദ് മാഷ്. ഫറൂഖ് കോളേജിൽ പോകുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ചന്നാട്ട് അഹമ്മദ്, മജീദ് മാഷ്,
താവോട്ടത്തുരപ്പൻ, അച്യുതൻ മാഷ്, ഞാന്, പി കുഞ്ഞമ്മദ്, ആര്യസനൻ ഉം, മാഷ്, ഉം. പിന്നെ പിന്നെ കളത്തിൽ കുഞ്ഞാലി, പിന്നെ കുഞ്ഞാലി ഡോക്ടർ ജസ്റ്റ് ഒന്ന് ഇവിടുത്തെ കോളേജ് മെഡിക്കൽ കോളേജിലേക്ക് മാറിയിട്ടുണ്ട്. അത് നല്ലൊരു കമ്പനിയായിരുന്നു. അപ്പൊ ഈ ഞാനന്ന് ആ, നല്ല എന്നെ ഭയങ്കര സംശയത്തോട് വലിയ ആകാംക്ഷയോടെ ആൾക്കാർ ഒരു ഇതായിട്ടാണ് ആൾക്കാരൊക്കെ ഒന്ന് കണ്ടുകൊണ്ടിരുന്നത് ഞങ്ങൾ പഠിച്ചവരൊക്കെ. ഇന്ന് ഞങ്ങൾ ഞാനും പോലെ ഉണ്ടാക്കി, അവരും പോലെ ഉണ്ടാക്കി, അവർ മക്കളെ വായിച്ചു, ഞാനും മക്കളെ വായിച്ചു. അവസാനം അവർക്ക് പെൻഷൻ ഉണ്ട്, എനിക്ക് പെൻഷൻ ഇല്ല. അതേ വ്യത്യാസമുള്ളൂ. അല്ല നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇന്നത്തതല്ല ഞാൻ പറഞ്ഞത് ആ ഒരു കാലത്ത്. പിന്നെ അതുപോലെ ഈ ഒരു ആ, ഇപ്പം ബിസിനസ്സിലേക്ക് വന്നല്ലോ. ബിസിനസ്സിലേക്ക് വന്നിട്ട് പിന്നെ എന്താ പറയുക സ്വന്തം പാഷൻ ഇങ്ങനെ ഒരു സംരംഭകത്വമൊക്കെ ആണെന്ന് മനസ്സിലാവുന്നു. അതിലേക്ക് കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യുന്നു. ടെക്നോളജി ഒക്കെ അതിനനുസരിച്ച് പഠിക്കുന്നു. അതിലേക്ക് ഉം. വരുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് പോവാത്ത ഒരാളാണല്ലോ. ഒരു അതെ. ബിസിനസ്സുകാരൻ എന്നുള്ള രീതിയിൽ ഓയിൽക്ക് സ്വയം കാണുന്നത് എന്തായിട്ടാണ്? നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ അതിന്റെ റിസൾട്ട് നമുക്ക് തന്നെ ആസ്വദിക്കാൻ പറ്റും. ഞാനന്ന് 35 കൊല്ലം ചെയ്ത് വളരെ കംഫർട്ടായിരുന്നു. ഇന്ന് ഉം, അതിനേക്കാളൊക്കെ ബുദ്ധിമുട്ട്. എനിക്ക് സമയത്ത് ഭക്ഷണം കഴിക്കാൻ പോവാ. സമയത്തിന് വണ്ടി വരും. സമയത്ത് സ്കൂൾ സമയത്ത് ഫീസ് അടക്കും. എല്ലാം വളരെ ഇന്ന് ചിലപ്പോൾ നമുക്ക് സമയത്ത് ഭക്ഷണം കഴിക്കണമെന്നില്ല. ചിലപ്പോൾ നാട്ടിൽ പോകാൻ പറ്റില്ല. ചിലപ്പോൾ കമ്പനിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ രാത്രിയൊക്കെ ഇറങ്ങുക. പക്ഷേ ഞാനിപ്പം ഒരു പ്രഷറിൽ വർക്ക് ചെയ്യുന്നത് ഇപ്പോഴാണ്. ആസ്വദിച്ച് ജോലി ഉം, ചെയ്യുന്നത് ഇപ്പോഴാണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് മാത്രമല്ല നമ്മളെ കൊണ്ട് കുറെ കുടുംബങ്ങൾ ജീവിക്കുക. അത് വെറുതെ വർത്തമാനം പറയല്ല. എനിക്ക് എന്നും ഉം, ഉം, സാധാരണക്കാരായിരുന്നു എന്റെ കുടുംബക്കാർ, അവരുടെ ലേബേഴ്സ് ആയിട്ടൊക്കെ. അപ്പൊ എനിക്ക് ബോസ് എല്ലാവരും പറയാറുണ്ട്. ദിവസം വന്നിട്ടാണ് ഞങ്ങൾക്ക് ഒരു വീടുണ്ടാക്കാൻ പറ്റുന്നത്, ഞങ്ങൾ ഇതാക്കുന്നത്. അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും അന്വേഷിക്കും. മക്കളുടെ കാര്യവും ഭാര്യയുടെ കാര്യവും വീടിന്റെ കാര്യവും. വീടില്ലാത്തവർക്ക് കമ്പനി നിന്ന് ലോൺ കൊടുക്കും, അത് തിരിച്ചു വാങ്ങിക്കും. അതുകൊണ്ട് ഇഷ്ടമാണ്. അതുകൊണ്ട് ഇപ്പം ഞാൻ കമ്പനി തുടങ്ങിയപ്പം എല്ലാവരും എന്റെ കൂടെ വന്നു. ഞാൻ പറഞ്ഞ കമ്പനി ഉം, മറ്റേ ഉം, കമ്പനി നശിപ്പിക്കരുത്, ആ കമ്പനി ഏകദേശം നശിക്കാറായി. അപ്പൊ അവരുടെ അടുത്ത് പറഞ്ഞത് ബോസ് എന്തെങ്കിലും തുടങ്ങിക്കോളൂ, 6 മാസം ഞങ്ങൾക്ക് ശമ്പളം തരണ്ട, ഞങ്ങൾ എല്ലാവരും വർക്ക് ചെയ്തോളാം. ആ ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കുറെ നല്ല ഈ കെനിയയിലൊക്കെ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം, നമ്മളൊന്നും ദാരിദ്ര്യം കണ്ടിട്ടില്ല. അവർക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കാൻ തന്നെ വലിയൊരു സുഭിക്ഷമാണ്. അങ്ങനെ കുറെ കുടുംബങ്ങൾ നേപ്പാളിലുള്ള, ശ്രീലങ്കയിലുള്ള, ഇന്ത്യയിലുള്ള, പിന്നെ കുറെ നാട്ടുകാർക്കും 5 10 നാട്ടുകാർക്കും ഇപ്പൊ കാര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യം ഞാൻ എനിക്ക് തൃപ്തമായ ജോലി, അതൊക്കെ തന്നെയാണ് എനിക്ക് ഉം, ഇഷ്ടം തോന്നുന്നത്. ഇപ്പൊ എനിക്കുള്ള കാര്യം എന്താ, ഞാൻ പല കാര്യങ്ങളും നമ്മള് വിജയിക്കുക എന്നുള്ള കോൺഫിഡൻസ് വന്നപ്പോ എനിക്ക് ചെയ്യാനുള്ള സമയമില്ല. അപ്പൊ എന്റെ ഉള്ളിലുള്ള കുറെ എക്സ്പീരിയൻസും കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പറയുള്ളൂ. ഞാൻ വെറുതെ ഭ്രാന്തനായിട്ടേ കാണുള്ളൂ. അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം തന്നെ ധാരാളം ഐഡിയകൾ ഇപ്പം ചെയ്യാനും കാര്യങ്ങളും എൻ്റെ അടുത്ത് ബാക്കിയുണ്ട്. നാട്ടിൽ ചെയ്യാനും വിജയിക്കാന്ന് ഉറപ്പുള്ള. പണ്ടൊക്കെ ബിസിനസ് ഒരു ഗാംബ്ലിംഗ് ആയിട്ടാണ് കാണുന്നത്. ഇപ്പൊ ഉം, അതല്ല. പണ്ട് ഖത്തറിലൊക്കെ ഉണ്ടായിരുന്ന ബിസിനസ് ഉണ്ടല്ലോ. ഒരാൾ കുഞ്ഞാലിയാജിയും മൂസാജിയും കൂടി ഒരു പീടിക തുടങ്ങും. 6 മാസം കുഞ്ഞാലിയാജി നടത്തും. അയാൾ 6 മാസം നാട്ടിലെത്തും. പിന്നെ അമ്മദാജി നടത്തും. ഇപ്പൊ ആ കമ്പനികളൊക്കെ വലിയ ഫേം, വലിയ മൾട്ടി ലെവൽ കമ്പനികള്. അവരെ മക്കളൊക്കെ വന്നു. അവർ മാനേജ്മെന്റ് ഏറ്റെടുത്തപ്പോ വേറൊരു ലെവലായി കാര്യങ്ങള്. അത് ഇപ്പോഴത്തെ കുട്ടികൾ ടെക്നോളജി ഉണ്ട്, കാര്യങ്ങള് പലതും ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. നമുക്കൊന്നും ഉം, അവസരങ്ങളില്ല. പിന്നെ പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ നിന്ന് തുടരണം. ഞാൻ ഒരു മെയിൻ എയിം എന്റെ പൈസ ഉണ്ടാക്കാനേ അല്ല. ഉം, ഉം, പൈസ ഉണ്ടാക്കാനല്ല. ഇത് ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങളുണ്ട്. അത് മറ്റുള്ളവരെ എത്തിക്കണം. അത് ചെയ്ത് കാണിച്ചു കൊടുക്കണം എന്നുള്ളതുണ്ട്. നാട്ടിൽ എന്തെങ്കിലും ചെയ്യണം. ഇതൊക്കെ എങ്ങനെ നടക്കും എന്നുള്ളതാണ് ഇപ്പൊ ഉള്ളത്. നടക്കുന്നവരെ നടക്കട്ടെ. അതുവരെ ഞാൻ ആസ്വദിച്ച് കഴിയുന്നു. മക്കളൊക്കെ എല്ലാവരും നല്ല ലെവലിലാണ്. നമ്മളിപ്പം ഇത് റിസ്ക് എടുക്കേണ്ട ആവശ്യം, റിസ്ക് എടുക്കണം. റിസ്ക് എടുക്കുന്നവർക്ക് ബിസിനസ് പറ്റുള്ളൂ. ഉം, റിസ്ക് ഉം, എടുക്കുമ്പോൾ ഉം, ലാസ്റ്റ് നമ്മൾ വീണ് കഴിഞ്ഞാൽ എവിടെ എത്തും അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ റിസ്ക് എടുക്കാൻ ഒരു പ്രയാസമില്ല. ഇപ്പൊ ഇത് ഉം, തീരെ ഉം, അങ്ങ് ഉം, ഉം, പൊട്ടിപ്പോയി കഴിഞ്ഞാൽ തന്നെയും എന്റെ കുടുംബം നശിപ്പിക്കാൻ പോകുന്നില്ല. 4 മക്കളും 4 വെൽ സെറ്റിൽഡ് ആണ്. ഉം, ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ കുട്ടികൾക്കൊന്നും ഉപ്പാറയിൽ നിന്ന് വാങ്ങിക്കണം എന്നുള്ള താല്പര്യം ആർക്കുമില്ല. ഉം, ഉപ്പാർമാരൊക്കെ ജീവിക്കണം. അവര് ജീവിച്ചോട്ടെ. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളും, ഞങ്ങൾ ഉണ്ടായിക്കോളും. അത് ചെയ്യുന്നുണ്ട് ഇപ്പൊ എല്ലാവരും. അപ്പൊ ഉം, ഉം, ഞാനെന്തിന് ഉം, റിസ്ക് എടുക്കാതെ എനിക്കുള്ള താല്പര്യം ചെയ്യാതിരിക്കും, വെറുതെ ഇരിക്കണം. ആകെ ഞാൻ കുറച്ച് രോഗിയായി പോയി. പിന്നെ 3 മാസം പെട്ടെന്ന് ആ കമ്പനി പെട്ടെന്ന് കയ്യിൽ നിന്ന് പോയി. ഷോക്കിൽ ഒരു 3 4 മാസം ഞാൻ വെറുതെ ഇരുന്നു. അന്നാണ് ഇല്ല അച്ഛനൊക്കെ നേരത്തുണ്ട്, അതൊക്കെ ഷൂട്ടപ്പ് ചെയ്തു. നീര് വന്നു, പ്രസിഡന്റായി, ഹോസ്പിറ്റലായി. ഇപ്പൊ ഞാൻ നോർമലായി വീണ്ടും.
തടി കൂടി. ഈ ആക്റ്റീവ് ആയിരിക്കണം. ഈ ഫ്യൂച്ചറിനെ കുറിച്ച് ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരാളാണോ? അതായത് എല്ലാം വളരെ കൃത്യം കാൽക്കുലേറ്റഡ് ആയിട്ട് പോകുന്ന ആളാണോ? അതോ വരുന്നിടത്തിൽ വെച്ച് കാണാന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്ന ഒരാളാണോ? വെറുതെ കാണി പോകാം. അതെന്തും ഞാൻ സഹിക്കാൻ തയ്യാറാണ്. അതായത് തീരെ കാൽക്കുലേറ്റും പ്ലാനിങ്ങും ഇല്ലാത്ത ഒരു ഇത് കാര്യങ്ങളുണ്ട്. എന്ത് കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ എത്ര മണിക്ക് അവിടെ എത്തും? ഇന്ന് ചെയ്യുമ്പോൾ എന്തൊക്കെ പോകണം? നമ്മൾ ഒരു ബാഗ് ബാഗ് കൊണ്ടുപോകുമ്പോൾ അതിലെന്തൊക്കെ ഉണ്ടായിരിക്കണം? അതിന് മേലെ എന്ത് വെക്കണം? അടിയിൽ എന്ത് വെക്കണം? അവിടെ പോയിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ആക്കണം. അങ്ങനത്തെയുള്ള പ്ലാനിങ് കാര്യങ്ങൾ വളരെ സ്ട്രിക്റ്റ് അല്ല. ചിലപ്പോൾ മാറുമ്പോൾ ചെയ്യും. ഒരു ഔട്ട്ലൈൻ ഉണ്ടാവും എപ്പോഴും. ഭയങ്കര അങ്ങനെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരാളാണോ? എംബിഷസ് കാണാറുണ്ട് ആളിനെയാണ്. അത് ചെയ്യണം. അതുകൊണ്ട് ചെറുപ്പം മുതലേ ഭയങ്കര അംബീഷ്യസ് ആയിരുന്നു. ഒരു സ്ഥലത്തും നിൽക്കാതെ അംബിഷസ് മുമ്പോട്ട് ആയിരുന്നു. പോണം പോണം. ആൾക്കാർക്ക് ഇപ്പം നമ്മളിപ്പം സമാധാനം അല്ലെങ്കിൽ സന്തോഷമൊക്കെ പറയുന്നത് ആൾക്കാർ ഡിഫറൻസ് ആയിരിക്കും. നമുക്ക് ഒരാളെ എപ്പോഴും നാളെ സുഭിക്ഷമായിട്ട് ഭക്ഷണം കിട്ടുന്നു, ജോലി കിട്ടുന്നു, അങ്ങനെയുള്ള ആൾക്കാർ പലരും ജോലി ചെയ്യുന്നു, ആ ജോലിയും കഴിഞ്ഞ് വീട്ടിൽ വരുന്നു, വേറൊന്നുമില്ലാത്ത അതില് സംതൃപ്തി കിട്ടാത്തവരായിരിക്കും. ഇത് നമ്മൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടായി ഒരു പ്രശ്നം വന്നു, അത് പരിഹരിക്കാനുള്ളൊരു സന്തോഷം. ഒന്ന് പരാജയപ്പെടും. എന്താണ് അതിന്റെ കാരണം? അതിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത്. നമ്മുടെ ഭാഗത്ത് എന്താണ് തെറ്റ്? അത് വരുമ്പോൾ അത് തിരുത്തണം അടുത്ത്. അങ്ങനെ തിരുത്തിയിട്ടാണ് ഞാൻ പോവാറ്. എല്ലാ കുറ്റങ്ങളും മറ്റുള്ളവരെത്തി നമ്മൾ രക്ഷപ്പെടാറില്ല. പിന്നെ അവിചാരിതമായിട്ട് വരുന്ന ചില കാര്യങ്ങളുണ്ടാവാം. ഞാനൊരു കമ്പനി തുടങ്ങി. നന്നായിട്ട് പോയിരുന്നു. അപ്പോൾ ഒരു 4,00,000 റിയാൽ ഒരു കമ്പനിക്ക് അവൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ആ കമ്പനി പൊട്ടിപ്പോയി പെട്ടെന്ന്. അപ്പൊ ഞാൻ തുടക്കത്തിൽ തന്നെ ഞാൻ എന്റെ പോയതാണ്. വളരെ പരിചയമുള്ള ആൾക്കാര് അവരതും പോയിട്ടുണ്ട്. അപ്പൊ എന്റെ കഴിവുകൾ കൊണ്ടല്ല. ഉം, നിങ്ങളുടെ ഉം, കാരണം കൊണ്ട് അങ്ങനെ ഉണ്ടാവാം. അപ്പൊ തോറ്റെടുത്ത് നിർത്തിപ്പോകുന്ന ഒരിക്കലും വിജയിക്കില്ല. പിന്നെയും പിന്നെയും ഉം, നമ്മൾ ഉം, ചെയ്തുകൊണ്ടിരിക്കണം. ഉം. അത് ഈ ചെയ്തുകൊണ്ടിരിക്കുക. പ്രവാസ ജീവിതം എന്ന് പറയുന്നതേ ഉം. ഒരുപാട് ലോകത്തിന്റെ ഒരുപാട് ഭാഗങ്ങളിലുള്ള പലതരം മനുഷ്യരെ കാണാനും പലതരം മനുഷ്യരുമായിട്ട് ബന്ധപ്പെടാനൊക്കെ ഉള്ളതാണ്. അപ്പം ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും, വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ. അങ്ങനെ മനസ്സിൽ തന്നെ നിൽക്കുന്ന ഒരു രണ്ട് മൂന്ന് അനുഭവങ്ങൾ ഒന്ന് ഷെയർ ചെയ്യോ? ഇപ്പൊ തന്നെ പേഴ്സണലായിട്ട് ധാരാളം ആൾക്കാരെ കണ്ടു തന്നെ. ആദ്യം ഞാൻ ജോലി കണ്ടിരിക്കുമ്പോൾ എല്ലാം ആദ്യം കമ്പനിയിൽ നിന്ന് സ്വീകരിക്കുന്ന ഒരു കറുപ്പനാണ്. അപ്പൊ ചോദിച്ചു ഫ്രഞ്ച്. എനിക്ക് ഫ്രഞ്ച്. അപ്പം വേഗം ഒരു ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. അപ്പം ഞാൻ അപ്പോഴാണ് മനസ്സിലായത് ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാരുണ്ട്. ഈ ഫ്രഞ്ച് കൊണ്ട് മറ്റൊക്കെ ജീവിക്കാം. അപ്പൊ അങ്ങനെയുള്ള ധാരാളം ആൾക്കാരെ കമ്പനിയിൽ നിന്ന് കണ്ടിട്ടുണ്ട്, പുറത്ത് കണ്ടിട്ട് ഒരു 19 നാഷണാലിറ്റി എന്റെ കമ്പനിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്ത കമ്പനിയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഏറ്റവും വലിയ സന്തോഷം തോന്നിയത് നീ പറഞ്ഞില്ലേ ഞാൻ ഇവിടെ പോയി 2 ജോലി കിട്ടി. അപ്പൊ ഈ ഒരു കൊണ്ട് ഞാൻ ക്വാളിഫൈഡ് ആയി. എന്റെ പാസ്പോർട്ടൊക്കെ ചേഞ്ചിന് കൊടുത്തു. ഇത് വരുന്നില്ല. അല്ല വരുന്നില്ല. എന്റെ റിസൾട്ട് കിട്ടുന്നില്ല. അപ്പോഴാണ് അവിടുത്തെ എന്ത് വന്നത്? നിയമം വന്നത്. സ്പോൺസർഷിപ്പ് ചേഞ്ച് ചെയ്യണം എന്നുള്ള കാര്യം. അപ്പൊ അതിന് 2, 3 ദിവസമേ ബാക്കിയുള്ളൂ. ഇത് റിസൾട്ട് അറിയുന്നുമില്ല. അപ്പൊ ഞാൻ ഓടിച്ചു. അപ്പൊ ഇപ്പൊ ഞാൻ നിലനിൽക്കുന്ന കമ്പനിയിൽ നിന്ന് അവര് ചേഞ്ച് ചെയ്യാൻ പറയുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ 2,500 അത് ജോയിൻ ചെയ്യണം. മറ്റൊരിടത്ത് പോകുന്നെങ്കിൽ വലിയ സംഖ്യയുള്ള ശമ്പളം ഉള്ള ജോലിയുണ്ട്. ഇപ്പൊ 2 ദിവസം കൊണ്ട് എന്റെ കാര്യം തീരുമാനമാവും. അപ്പൊ ഇവര് വിളിക്കുന്നില്ല. അങ്ങനെ ഓടിച്ചാടി ഒരിക്കല് ഞാൻ അവിടെ പോയപ്പം ഫ്രഞ്ചുകാരനും ഒക്കെ ഉള്ള അവർക്ക് ഞാനെന്താ ഈ കത്തിച്ചുകൊണ്ട് ചെല്ലും മനസ്സിലായില്ല എന്തെന്ന്. അപ്പൊ അയാളൊരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു യു ആർ ബോയിൽ. ആ ബോയിൽ. അപ്പൊ യു ആർ സെലക്ടഡ്. അത് കേൾക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും ജീവിതത്തിലുണ്ടായ സന്തോഷം. അതായത് പിന്നെ 1985 ഫാമിലി വന്നു. അപ്പൊ അക്കോമഡേഷൻ കിട്ടി കുറച്ച് ദൂരത്തായിരുന്നു. അപ്പൊ ഫാമിലിയൊക്കെ ഉണ്ടാക്കുന്നത് കാറ് നിർബന്ധമാണ്. അന്ന് മുതൽ ഞാൻ ലൈസൻസിന് പോയി. അത് ആദ്യം ലൈസൻസ് പോയപ്പോൾ ലൈസൻസ് കിട്ടാൻ വലിയ കടമ്പയാണ്. അത് ആദ്യം എൽ ചെയ്യണം. പിന്നെ എസ് ചെയ്യണം. പിന്നെ പാർക്കിംഗ് ചെയ്യണം. പിന്നെ റോഡ്. ഇത് ഒന്ന് ചെയ്ത് എല്ലാം ഒറ്റ സെക്കൻഡിൽ പാസ്സാവണം. അപ്പൊ ആദ്യം ഞാൻ പോയപ്പോ എൽ പാസ്സായി, എസ് പാസ്സായി, മറ്റേത് പാസ്സായി, റോഡിൽ തോറ്റു. വീണ്ടും വീണ്ടും തുടങ്ങണം. വീണ്ടും ഞാൻ പോയപ്പം രണ്ടാമത് പോയപ്പം എല്ലും എസും പാർക്കിൽ തോറ്റു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അതിൽ നിന്ന് തോറ്റു. ഞാനത് ഈ പരിപാടി നടക്കൂലെന്നായി. പിന്നെ ഇത് പോയപ്പം ലൈസൻസ് കിട്ടി. അതാണ് ജീവിതത്തിൽ കണ്ട ഏറ്റവും വേറെ സന്തോഷം. പിന്നെ ഈ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വന്ന് ഉമ്മയുടെ മരണം കേട്ടത്. ആ മരണം കേട്ടപ്പോ മരിച്ച ആൾക്കാരൊക്കെ അറിയുന്ന എത്തുന്നതിന് മുമ്പ് തന്നെ ഞാനത് ഇവിടുന്ന് പോകുമ്പോ എക്സിറ്റ് പെർമിറ്റും കാര്യങ്ങളൊക്കെ വന്ന ഓഫീസ് ടൈം കഴിഞ്ഞു.
ഒരു നോമ്പ് തുറന്റെ സമയത്താണ്. നോമ്പ് തുറക്കാൻ ഇരിക്കുന്ന സമയത്താണ് ഉമ്മയുടെ മരണം വരുന്നത്. അപ്പം തന്നെ പോയി. അപ്പൊ അവിടെയുള്ള ഞങ്ങളെ പിആർ ഉണ്ട്. പിആർ ചോദിച്ചു, "എന്റെ ഉമ്മാക്ക് ഒരിക്കൽ കണ്ട് സമയമായി. ഇപ്പൊ ഞാൻ നോമ്പ് തുറക്കുന്ന സമയത്താ." അന്ന് ഓൺലൈനും കാര്യങ്ങളൊന്നും അന്ന് പാസ്പോർട്ട് ഓഫീസിൽ പോണം. അപ്പൊ അയാളൊന്ന് പോയി. അത് കിട്ടി. അപ്പം തന്നെ ടിക്കറ്റ് കിട്ടി. ഞാനൊരു 3, 4 മണിക്കൂർ കൊണ്ട് വീട്ടിലെത്തി. അതാണ് ജീവിതത്തിലെ മറ്റൊരു സന്തോഷം ഉണ്ടായത്. അപ്പൊ അങ്ങനെയുള്ള ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ധാരാളം സംഭവങ്ങൾ ഈ ഉണ്ടായിട്ടുണ്ട്. ഈ ഗൾഫ് യുദ്ധകാലത്ത് നിങ്ങള് എവിടെയാ ഉള്ളത്? ഗൾഫ് യുദ്ധകാലം നിങ്ങൾ പറയുന്നത് ഇപ്പം ഗൾഫിൽ നിന്ന് കുവൈറ്റ് യുദ്ധമല്ലേ? ആ, അതെ അതെ അതെ. അതിന് മുമ്പ് ഇറാൻ ഇറാഖ് യുദ്ധം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ കച്ചവടം ഉം തുടങ്ങിയപ്പം അതിലായിരുന്നു പെട്ടിട്ടൊരു ബിസിനസ് ഒക്കെ പൊട്ടിപ്പോയത്. അന്നുണ്ട്. ഉം പിന്നെ ഇറാൻ ഇറാഖ് യുദ്ധം ചെയ്യുമ്പം പെട്ടെന്ന് തുടങ്ങുമ്പോൾ ഞാൻ ഫ്ലാറ്റിൽ നിന്നാണ് കാണുന്നത്. ഇതിനൊക്കെ ശബ്ദം. അപ്പോഴാണ് CNN പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു. വാർത്ത കേൾക്കുന്നു. അപ്പോഴാണ് പിറ്റേന്ന് പോയിട്ട് ഞാൻ പോകുന്നത് ഖത്തർ ഇവരുടെ ചേരിയുടെ എതിരാണ്. അപ്പം ഖത്തറിലേക്ക് ആക്രമണം വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോണത് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പെട്രോകെമിക്കലിലേക്ക് പോകുന്നത്. അവിടെ ബോംബിംഗ് ഉണ്ടാവാം. എന്താകണം ജോലിക്ക് പോണോ പോണ്ടയോ? അവസാനം പോയി. വളരെ വളരെ മൂകമായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ ഇതൊക്കെയായി വൈഫിനെയും കാര്യങ്ങളൊക്കെ നാട്ടിലേക്ക് പറഞ്ഞയച്ചു. അത് വളരെ ഭീതിപ്പെട്ട കാലങ്ങളായിരുന്നു. അപ്പൊ ഇത് സ്പെഷ്യൽ ശമ്പളം ഇരട്ടി ശമ്പളമൊക്കെ തന്നു. ആ ഒരു ഇതില് അനുഭവിച്ചുകൊണ്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. വേറൊരു കാര്യം ചോദിക്കാണ്. നിങ്ങളുടെ പോയിൽക്ക് ശരിക്കും നല്ല ക്യാമറമാനാണ്. ഒരുപാട് പടങ്ങൾ ഇപ്പൊ വാണിവേലിന്റെ ഒരു കാലം അങ്ങനെ തന്നെ നമ്മള് എന്താ പറയാ ഡോക്യുമെന്റ് ചെയ്യുന്നത് പോലുള്ള നല്ല പടങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ ഫോട്ടോഗ്രാഫി ഏത് കാലം മുതലാണ് കൂടെ വരുന്നത്? പോയിൽക്ക് ഉപയോഗിച്ച ക്യാമറകൾ ഏതൊക്കെയാ? പണ്ടേ ചിത്രകല എനിക്ക് ഭയങ്കര താല്പര്യമാണ്. സ്കൂൾ ലെവലിലും അന്ന് ഡിസ്ട്രിക്ട് ലെവൽ വരെ എനിക്ക് പെൻസിൽ ഡ്രോയിങ്ങിനും വാട്ടർ കളറിങ്ങിനൊക്കെ പ്രൈസ് കിട്ടാറുണ്ടായിരുന്നു. അപ്പം ഫോട്ടോഗ്രാഫി ഫറൂഖ് കോളേജിൽ പോയപ്പോ ഒരു അബ്ദുൽ മാഷ് ഫോട്ടോഗ്രാഫി ക്ലബ്ബൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞാനങ്ങനെ അതിലൊന്നും സജീവമായിട്ടില്ല. നാട്ടിൽ വന്നപ്പം കവൂർ മമ്മു എന്നുള്ള ആളുണ്ടായിരുന്നു. മമ്മു കുറച്ചും കൂടി മറ്റേ എതിരായിട്ട് നടക്കുന്ന ഒരാളാണ്. പാരമ്പര്യത്തിനും ആചാരത്തിനും എതിരായിട്ടൊക്കെ നിൽക്കുന്ന പുള്ളിയുടെ സ്റ്റൈലിൽ ജീവിക്കും. അന്ന് മൂപ്പരത്ത് ഒരു ക്ലിക്ക് 3 ക്യാമറ ഉണ്ടായിരുന്നു. അഗ്ഫയുടെ ക്ലിക്ക് 3 ഒരു ബോക്സ് ഉം. ടൈപ്പ് ക്യാമറ. അപ്പൊ അവന്റെ ഇതിൽ നിന്നാണ് ഞാൻ അടുത്താണ് ഇത് പഠിച്ച് താല്പര്യം തോന്നി തുടങ്ങിയത്. പിന്നെ അതിനുശേഷം പിന്നെ കണ്ട്യൻ അബ്ദുള്ള ഇപ്പൊ മരിച്ച ആള്. അയാള് ഗൾഫിൽ നിന്ന് വന്നപ്പം ഒരു ഇത് കൊണ്ടുവന്നിരുന്നു. ഒരു റഷ്യൻ ക്യാമറ. അതെന്റെ കയ്യില്. അന്ന് ഫ്ലാഷ് ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പലപ്പോഴും ഇതുപോലെ ഇപ്പൊ ഒരു ക്യാമറ ഏൽപ്പിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് 76, 77 അപ്പൊ മൊയ്ത് അന്ന് അയച്ചു തന്ന ഒരു കളർ ഫിലിം. അത് കളർ ഫിലിം ഒന്നും ആയിട്ടില്ല. ആ കളർ ഫിലിം ലണ്ടനിലേക്ക് വാഷ് ചെയ്യാൻ അയച്ചിട്ടാണ് കിട്ടിയത്. അതിൽ കിട്ടിയ ഫോട്ടോയാണ് ഇപ്പോഴും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഞാനും മാഷും മജീദ് മാഷും മറ്റൊരു ഉം, അന്ന് റോൾ തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ, പിണവായിലിന്റെ കരയിലും മറ്റിടത്തും കുറെ പോയി ഷർട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ആ ഫോട്ടോ ആണ് ഇപ്പം ജീവനുള്ള ഫോട്ടോ ആയിട്ട് ഇപ്പൊ നിൽക്കുന്നത്. പിന്നെ കുറെ ഫോട്ടോ എടുത്ത് ആക്കിയിട്ട് പിന്നെ ഗൾഫിൽ വന്നപ്പോൾ ആദ്യമായിട്ട് ഞാൻ 4000 ക്യാമറയാണ് വാങ്ങുന്നത്. ക്യാമറയായിട്ട് വന്നത് പിന്നെ പിന്നെ ആ, 1992 ഞാന് ഒരു ലോക പര്യടനം നടത്തിയിരുന്നു. അന്ന് ഹോങ്കോങ്ങിൽ വെച്ചിട്ടാണ് വേറെ ക്യാമറ എടുക്കുന്നത്. വീഡിയോ ക്യാമറ വന്ന പോലെ തന്നെ ആദ്യം തന്നെ അത് വാങ്ങിയിട്ടുണ്ട്. അത് 90-ലൊക്കെ വാങ്ങിയിട്ടുണ്ട്. അത് നാട്ടിലേക്ക് ഉപയോഗിച്ചു. പക്ഷെ അന്നൊന്നും എനിക്ക് അപകർഷതാ ബോധമായിരുന്നു. അപ്പൊ ക്യാമറ തൂക്കി പിടിക്കും മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നത് അതുവേണ്ടി ഒളിച്ചെടുത്തതായിരുന്നു. അതുകൊണ്ട് പല ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല. അധികവും ഞാൻ ആൾക്കാർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കുക. അന്നൊരു ഫോട്ടോ ഒന്ന് കിട്ടുക തന്നെ വലിയ ഉള്ള കാര്യമാണ്. ഗൾഫുകാരെ ഇവിടുന്ന് വരുമ്പോഴാണെങ്കിൽ അവരെ ഏൽപ്പിക്കുക. എന്റെ മോളെ ഫോട്ടോ, ഭാര്യയുടെ ഫോട്ടോ, ഉമ്മാന്റെ ഫോട്ടോ അവർക്ക് അയച്ചു കൊടുക്കണം. കല്യാണത്തിന് ഫോട്ടോ എടുത്ത് കൊടുക്കണം. അങ്ങനെയുള്ള ഫോട്ടോകളാണ് ഞാൻ അധികം എടുത്തത്. അപ്പൊ ആ ഫോട്ടോ ഒക്കെ നല്ല ഫോട്ടോ ഒക്കെ അവർക്ക് കൊടുക്കും. ബാക്കിയുള്ളതൊക്കെ നമ്മൾ വെക്കും. അപ്പൊ അങ്ങനെ വെച്ച് ഞാൻ എൻ്റെ അടുത്ത് സ്റ്റാമ്പ് ശേഖരം ഉണ്ടായിരുന്നു വലിയ ധാരാളമായിട്ട്. ഈ ഫോട്ടോസൊക്കെ ഞാൻ നാട്ടില് വീട്ടിൽ വെച്ചിട്ടാണ് ഗൾഫിലേക്ക് പോയത്. അന്ന് ചായപ്പിൽ ഒരു മാവിന്റെ മരം ഉണ്ടാക്കുന്ന ഒരു ഇതുണ്ട്. അതിലാണ് എല്ലാം 1-ാം ക്ലാസ് പഠിപ്പോയ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഓലപ്പൊരയാണ്. ഒരു മഴയത്ത് അത് ചോർച്ച അതിന്റെ ഉള്ളിൽ കിടന്നു. ഉമ്മ അത് അറിഞ്ഞിരുന്നില്ല. വരുമ്പോ അത് കംപ്ലീറ്റ് നശിച്ചു പോയി. ആ ഫോട്ടോസൊക്കെ. പിന്നെയുള്ള കുറച്ച് ഫോട്ടോസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇന്നത്തെ പോലെ ഈസി അല്ല. പല ഫോട്ടോ പ്രിന്റ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് നശിച്ചു പോകും പിന്നെ. നാട്ടിലാണെങ്കില്
ഈ ഇതിന്റെ ഇതുകൊണ്ട് വേഗം നശിച്ചു പോകും. ഇവിടെയുള്ള ആൽബങ്ങളൊക്കെ നശിച്ചു പോയി എല്ലാം ഉണ്ടായിട്ട് അധികവും. പിന്നെയാണ് കുറച്ചു കാലത്ത് ഫിലിമില് ഒരു ഒരു സ്കാനർ ഫിലിം സ്കാനർ വാങ്ങിച്ച് കുറച്ചു കാലം അതെടുത്ത് വെച്ചത്. അങ്ങനെയുള്ള കുറച്ച് ഫോട്ടോസൊക്കെ നല്ല ഫോട്ടോസൊന്നും കയ്യിലില്ല. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് കാണും. ഡിജിറ്റൽ വന്നപ്പം എനിക്ക് ഫോട്ടോഗ്രാഫിയുടെ ഇൻട്രസ്റ്റ് പോയി. ഡിജിറ്റൽ വന്നപ്പോൾ ആർക്കും ചെയ്യാവുന്ന കാര്യം നമ്മൾ റിസൾട്ട് അപ്പം തന്നെ കാണുന്നു. മറ്റേ നമ്മള് ഉം, നിഗമനങ്ങളാണ്. നമ്മൾ ഇത്ര ഷട്ടർ ഉം, സ്പീഡ് കൊടുത്തു, ഇത്ര അപ്പർച്ചർ കൊടുത്തു, ഇന്ന റിസൾട്ട് കിട്ടുമെന്ന് നമ്മളറിയാം. അതറിഞ്ഞിട്ട് നമ്മള് വീണ്ടും അത് ഇതിലേക്ക് പോണം. വാഷിങ്ങിലേക്ക് പോണം. വാഷിങ്ങിന് അവര് ചെയ്യുന്ന മിസ്റ്റേക്ക് കൊണ്ട് ചിലപ്പോൾ റിസൾട്ട് മോശമാവാം. അത് അത് കുറച്ച് നമ്മുടെ ഒരു ബുദ്ധിയും കാര്യങ്ങളും ഇതൊക്കെ ഉപയോഗിക്കണം. ഇപ്പത്തെ വളരെ എളുപ്പമാണ്. എത്ര കാലം എടുക്കാണ്. അതുകൊണ്ട് ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ഇപ്പൊ എന്റെ മകൻ അതിന് കൊണ്ടുവന്നിട്ടുണ്ട്. മകനിപ്പോ പ്രൊഫഷണൽ അതിലാണ് ഫിലിം മേക്കറും കാര്യങ്ങളൊക്കെയാണ്. തോന്നുന്നു. മക്കളുടെ കാര്യം പറയുമ്പോ എന്തോ പറയാം. ഞാൻ ആദ്യം കണ്ട വീഡിയോ ക്യാമറ വാണിമേൽ MUP സ്കൂളിന്റെ വാർഷികത്തിന് പൊയിൽക്ക കൊണ്ടുവന്ന ഒരു ക്യാമറയാണ്. അപ്പം ഉം. ആ അതേപോലെ തന്നെ ഒരു വീഡിയോ ക്യാമറയുടെ ഔട്ട് ആദ്യം കാണുന്നത് ഞാനൊക്കെ അഭിനയിച്ച ഒരു നാടകത്തിന്റെ ഈ ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് അന്ന് പൊയിൽക്കാന്റെ വീട്ടിൽ വന്നിട്ട് എന്നിട്ട് അവിടുന്നാ കാണുന്നത്. അപ്പം അതെന്താന്ന് പറഞ്ഞാൽ ആരും വാണിമേൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ലാത്ത കാലത്താണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് അന്വേഷിക്കുക, ഏറ്റവും പുതിയ കാര്യങ്ങൾ അറിയാനൊക്കെയുള്ള അത് അത് ആദ്യം എനിക്ക് മുതലേ എപ്പോഴും താല്പര്യമാണ്. ഗാഡ്ജറ്റ് മറ്റേ എന്ത് പുതിയ ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങിക്കാനും പിടിക്കാനൊക്കെ ഇപ്പോഴാണ് പിന്നെയും കുറഞ്ഞത്. അത് ആദ്യം വീഡിയോ ക്യാമറ വാങ്ങിച്ചു. അന്ന് ആദ്യമായിട്ട് കമ്പ്യൂട്ടർ വാങ്ങിച്ചു. അന്ന് 10,000 റിയാലിനാണ്. അന്ന് ചിലപ്പോൾ 5 സെന്റ് മാവൂറോട് കിട്ടുമായിരിക്കും ആ പൈസ കൊണ്ട്. അപ്പൊ അപ്പൊ ഞാൻ വിചാരിക്കുമ്പോ അന്ന് വെച്ചാൽ അന്ന് ആ പ്ലസ് കൊണ്ട് കിട്ടിയിട്ടുണ്ട്. 10,000 റിയാലായിരുന്നു ഒരു ഇതിന്. ക്യാമറകൾ പലതും മാറി 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 വന്നു. ഇത് മാറി. ആദ്യം യാഷിക്കായിരുന്നു വലിയ യാഷിക വാങ്ങിച്ചു, കാനോൺ വാങ്ങിച്ചു, നിക്കോൺ പോയി. ഒരു അസൽ ബ്രാൻഡ് എന്ന് പറയുന്ന ഒരു വലിയ പ്രൊഫഷണൽ ക്യാമറ ഉണ്ട് 120യുടെ. അതും ഉം, വാങ്ങി. അപ്പോഴാണ് പിന്നെ ഡിജിറ്റൽ കയറിയത്. ഞാൻ വിചാരിച്ചു ഡിജിറ്റൽ വന്നിട്ട് സ്ലോലി സ്ലോലി കയറുകയേ ഉള്ളൂ എന്നുള്ളത്. ഇപ്പൊ പെട്ടെന്ന് തന്നെ പ്രൊഫഷണൽ ലെവലിലേക്ക് ഡിജിറ്റൽ അങ്ങ് മാറി. അപ്പൊ അതിനകത്ത് സ്വന്തമായിട്ട് എനിക്ക് വാഷ് ചെയ്യാനും കളർ സൊല്യൂഷൻ ചെയ്യാനും പിടിക്കാനുള്ള വീട്ടിൽ തന്നെ ഉണ്ടായ സംവിധാനം. അതും ചെയ്യായിരുന്നു. ഉം, ഉം, അത് ഉം, പഠിച്ചിട്ടുണ്ട്. ഉം. താല്പര്യത്തിന് പറഞ്ഞത്. അതൊന്നും ഒരു ഇതായിട്ടല്ല ചെയ്തിട്ടുണ്ട്. ഈ പൊയിൽക്ക നന്നായിട്ട് വായിക്കുന്ന ആളാണോ? അങ്ങനെ വായിച്ച ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ബുക്ക് ഏതാ? ഓർമ്മയിൽ പിന്നെ നല്ലോണം വായിക്കുന്ന ആളായിരുന്നു. ഞാൻ 5ാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് തന്നെ പുസ്തകങ്ങൾക്ക് മണി ഓർഡറായിട്ട് വരുത്തിക്കുമായിരുന്നു പൈസ കൊടുത്ത്. അന്ന് ഈ എന്തെങ്കിലും പ്രസംഗമോ കാര്യങ്ങളൊക്കെ കുറച്ച് ബുക്കുകൾ ചില മൂല്യന്മാരെ കൊണ്ട് വെക്കും. അന്ന് ആ ആ ആമിനപ്പാട്ടുകള്, ബദറുൽ മുനീർ, ഉസ്തുൽ ജമാൽ, ലൈല മജ്നൂൻ അങ്ങനെയുള്ളൊക്കെ പുസ്തകങ്ങളുണ്ടാവും. അത് വായിക്കാറുണ്ടായിരുന്നു. പിന്നെ ആമിന ബുക്ക് സ്റ്റാള്, സി.എച്ച്. മുഹമ്മദ് കോയ നമ്മളെ സി.എച്ച് അല്ല വേറെ സി.എച്ച്. മുഹമ്മദ് ആൻഡ് സൺസ് പരപ്പനങ്ങാടി അങ്ങനെയൊക്കെയുള്ള അവിടെ നിന്നൊക്കെ പിന്നെ സ്കൂളിൽ നിന്ന് തന്നെ മണി ഓർഡറിൽ പൈസ പൂരിപ്പിച്ചിട്ട് അന്ന് എം.പി. അഹമ്മദ് മാഷാണ് അതൊക്കെ ചെയ്ത് തരിക. അങ്ങട്ട് അയക്കുമ്പോ. അത് അയച്ചിട്ട് പുസ്തകങ്ങൾ വരിക. പിന്നെ സ്കൂളില് പോസ്റ്റ്മാൻ എന്റെ പേര് വിളിച്ചു വരിക. അതൊക്കെ വലിയൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വാണിയമ്പാടി യുപിയിൽ എത്തിയപ്പോ അവിടെ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. അബ്ദുള്ളയാണ് അന്ന് ലൈബ്രറി. അവിടെയുള്ള 6 7 അവിടെയുള്ള ധാരാളം പുസ്തകങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. പാറപ്പുറത്തിൻ്റെത്, മുട്ട മുട്ടത്ത് വർക്കി, പടിയത്ത് മൊയ്തു, പിന്നെ മറ്റേ കനം ഏതായാലും മറ്റേ ഇത് എന്താണ് കാനം വിജയ്. കാനം മീജെ, പിന്നെ ഡിറ്റക്റ്റീവിന്റെ ആളായിരുന്നു പ്രേം. ഡിറ്റക്റ്റീവ് ആ, നോവലിന്റെ ഒരാളുണ്ട്. മറ്റ് കോട്ടയം ആരാണ് കോട്ടയം പുഷ്പ. കോട്ടയം കോട്ടയം പുഷ്പനാഥ്. പുഷ്പനാഥ്. ആ, പുഷ്പനാഥ്. അന്ന് വളരെ സ്കൂളിൽ കുറെ ലൈബ്രറി ഉണ്ട്. അന്ന് അബ്ദുള്ള മാഷ കാര്യം ചെയ്യാം. അപ്പൊ അതിന് ബുക്ക് ആൾക്കാർ ആദ്യം ഒന്നും പറയില്ല. സ്പെഷ്യൽ ആയിട്ട് ചില ബുക്കുകൾ അയാളെ ലാസ്റ്റ് ഏൽപ്പിച്ചു. അത് കേൾക്കുമ്പോൾ ആൾക്കാർ എല്ലാം ബഹളം കൂട്ടും. അപ്പൊ അവിടുന്ന് കുറെ ബുക്ക് വായിച്ചിട്ടുണ്ട്. പിന്നെ വളരെ സ്കൂളൊക്കെ പോകുമ്പോ സുബിയുടെ ഉമ്മർ സുബിയുടെ കേന്ദ്രത്തിൽ മറ്റേ അവിടെ നെയ്യെല്ലാം ഇതൊക്കെ മലയാള നാട്, കുങ്കുമം, കലാകൗമുദി, മാതൃഭൂമി, ചന്ദ്രിക, മനോരമ ഇതൊക്കെ ഉണ്ടാവും. ഭാഷാഭൂഷണി. അതിലൊക്കെ ആ സമയത്തുള്ള മിക്ക നോവൽ 1, 2 നോവൽ തുടർച്ചയായിട്ട് വരും. മയ്യഴിപ്പുഴ തീരങ്ങള്, സ്മാരകശിലകള്, പിന്നെ ഇതിന്റെ മാധവിക്കുട്ടിയുടെ 2 ബുക്കുകൾ അങ്ങനെ ധാരാളം അറിയപ്പെടുന്ന ബുക്കുകൾ അങ്ങനെ കുറേ വായിച്ചിട്ടുണ്ട്. പിന്നെ ഫറൂഖ് കോളേജിലും നല്ല ലൈബ്രറിയും കാര്യങ്ങളും തന്നെയാണ്. പിന്നെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഞാൻ ഇപ്പോൾ DC ബുക്സിന് മെമ്പർഷിപ്പ് എടുത്തിട്ട് കുറെ ബുക്കുകൾ കൊണ്ടുവരുമായിരുന്നു. ഇവിടെ നല്ല ശേഖരം ഉണ്ടായിരുന്നു.
ഇവിടുന്ന് പെട്ടെന്ന് പോകേണ്ടി വെച്ച് ഞാനിപ്പോൾ സ്കൂളിൽ വെച്ച് ആൾക്കാർക്ക് കൊടുക്കണമെന്നുണ്ട്. പക്ഷേ ബുക്കങ്ങ് വിട്ടുകൊടുക്കാൻ തോന്നുന്നില്ല. ഇത് വായിച്ചിട്ടുണ്ട്. മുട്ടത്ത് ഉം, പിന്നെ ഉം, എം.ടി തന്നെയായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട ഇത്. പിന്നെ ഉം. ആനന്ദ്, പിന്നെ വി.കെ. പ്രസാദ്, വി.കെ. മാധവ്, വീക്കെൻഡ്. മാധവൻ, വിക്കേനുണ്ട്. ആൾക്കൂട്ടത്തിന്റെ ആള് ആനന്ദ്. പിന്നെ ആനന്ദ്. ഉണ്ടല്ലോ പിന്നെ ഉണ്ടല്ലോ പിന്നെ കൽക്കത്തയിൽ തന്നെ സെറ്റ് ചെയ്ത വി.കെ. ഉം, എന്താ? കിങ്, മാധവൻ. എന്ത് മാധവനായിരുന്നു? ഓക്കെ. NS മാധവനോ? എൻ.എസ്. മാധവൻ. ആ. അന്ന് ഡൽഹിയിലുള്ള ഇവരെല്ലാരും, കാക്കനാടൻ, പാറപ്പുറത്ത്, തകഴി, ഉം, ഉം, മുഹമ്മദ് ബഷീർ, ഉം, വൈക്കം മുഹമ്മദ് ഉം. ബഷീർ, ഇതെല്ലാം ഈ വായിച്ചിട്ടുണ്ട്. ഈ- ഈ എഴുത്തോ, അതായത് ഞാൻ പോയിൽക്ക എഴുതുന്നത് നമ്മൾ ഗ്രൂപ്പിൽ കൂടിയാണ് കാണല്. അത് ഭയങ്കര ഇപ്പൊ നമ്മുടെ നാടിന്റെ ഒരു ഭയങ്കര രസമുള്ള ഡോക്യുമെന്റ്, ഭയങ്കര രസമുള്ള ഒരു ഡോക്യുമെന്റേഷൻ ആണ് അത്. അതായത് നമ്മൾ മറന്നുപോയ വാക്കുകള്, മറന്നുപോയ കാലങ്ങള്, മറന്നുപോയ കാര്യങ്ങള്, ഇങ്ങനെ ഇത്രയൊരു ഫോട്ടോഗ്രാഫിക് മെമ്മറി ആയിട്ട് എങ്ങനെയാണ് ഞാൻ എഴുതുന്നത് ഇത്? ഒരിക്കലും എഴുത്ത് പരിശീലിച്ചില്ല, എഴുത്ത് ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ നമ്മുടെ ഗ്രൂപ്പിലാണ് ആദ്യം ചെയ്ത്. അത് അപ്പം തന്നെ ഇതിൽ ടൈപ്പ് ചെയ്ത് ഒരു എഡിറ്റിങ്ങിന് പോകാതെ അപ്പം തന്നെ അയക്കുകയാണ് ചെയ്യാറ്. ആദ്യം പഠിക്കുന്ന കാലത്ത് ലോകം, ബാലലോകം അതിലൊക്കെ മെമ്പറായിരുന്നു. അന്ന് വളയത്തുണ്ടാകുമ്പോൾ ഞങ്ങൾ ബാലലോകം ഉണ്ടായത് അന്ന് കുഞ്ഞിന്റെ മാഷായിരുന്നു അന്ന് ഉദ്ഘാടനം വന്നത്. അന്ന് കുഞ്ഞിന്റെ മാഷ് വളയെന്ന് പറഞ്ഞ സർക്കിൾ, മാതൃഭൂമി സ്റ്റഡി സർക്കിളായിരുന്നു. അതിലൊക്കെ ഉണ്ടായിരുന്നു. അതിന് VPA വാണിമേല്, ഉൽത്താമത്ത് അബ്ദുള്ള ഒക്കെ ഇതിൽ എഴുതാണ്. അപ്പം എന്റെ മൊയ്തു, പിന്നെ TP കുഞ്ഞമ്മദ്, ഞങ്ങൾ വന്ന് കുറച്ച് ബാലകഥയിലൊക്കെ എഴുതിയിട്ട് പിന്നെ അതുമായിട്ട് തിരിഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ലേ, ഗൾഫിൽ വന്നതിന് ശേഷം പിന്നെ അതൊക്കെ അങ്ങ് മറന്നു. ഞാനൊരു കംഫർട്ട് ലൈഫിലായിപ്പോയി. ചിന്തിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള അവസരങ്ങളും ഇല്ല, കാര്യങ്ങളും ഇല്ല. നിങ്ങൾക്കൊരു ആത്മകഥ എഴുതിക്കൂടെ? വായന ഇപ്പൊ വളരെ ആത്മകഥ എഴുതാനാ വലിയ ആൾക്കാർ. ഞാൻ വലിയ ആളല്ലല്ലോ. അപ്പൊ അതിലെന്ത് നിങ്ങൾ പ്രസക്തിയാണ്? ഭയങ്കര ആത്മകഥയില് അതിന് നാടിന്റെ നാടിന്റെ ഒരു എന്ത് ആത്മകഥയായിരിക്കും ഞാൻ അത്. എന്ത് കഥ ഉണ്ടാക്കുമ്പോ എന്നിലെ ഞാൻ കാണും. ഏത് കഥാപാത്രങ്ങളും ഞാനായിരിക്കും. അപ്പം ഈ അത് എനിക്ക് തോന്നുന്നു ആത്മകഥ ഒരു അപകർഷതാ ബോധമുണ്ട് അതിൽ കാര്യത്തിൽ എന്താന്നുള്ളത്. പക്ഷെ നോക്കാം. ഭയങ്കര രസമുള്ള ഒരു ലൈഫല്ലേ അത്, എഴുതേണ്ടതല്ലേ, ഡോക്യുമെന്റ് ചെയ്യേണ്ടതല്ലേ? വരാം. ഇപ്പം ചെയ്യണം. ഇപ്പം പലതും ഓർമ്മ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും പഴയതാണ് ഓർമ്മയുള്ളത്. ഇപ്പം പുതിയതാ കുറക്കാത്തത്. അതായത് അന്വേഷിച്ചപ്പം എന്റെ പ്രായത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് അത് കുറച്ചും കൂടി നല്ലതാന്ന് തോന്നുന്നു. എല്ലാവർക്കും ഉണ്ട് ആ ബുദ്ധിമുട്ട്. ഈ വാണിമേലിന്റെ ഓർമ്മകളാണ് പ്രധാനമായിട്ടും എഴുതിയിട്ടുള്ളത്. അപ്പൊ അതിൽ ശരിക്കും ഈ ഇപ്പം വാണിമേലിന്റെ പല കാലങ്ങൾ അടുത്ത് നിന്ന് കണ്ട ഒരാളും കൂടിയാണ്. നമ്മുടെ അതെ. നാടിന്റെ മാറ്റത്തിനെ ഏത് രീതിയിലാണ് കാണുന്നത്? അതായത് ഈ അന്നത്തെയും ഇന്നത്തെയും നാട്. അല്ല, കാലം കൊണ്ട് മാറ്റങ്ങൾ എല്ലാവിടെയും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വണിമേലുള്ള മാറ്റം നമ്മൾ തുടക്കം കുറച്ച് നേരത്തെ തുടങ്ങിയത് കൊണ്ട് അതിന്റെ പ്രത്യേകതകൾ വളരെ മറ്റുള്ളവരെ അടുത്തുള്ള നാട്ടുകാർ അഡ്വാൻസ് ആയിട്ടുണ്ട്. വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാ കാര്യത്തിലും. അപ്പം അതുകൊണ്ടാണ് ഈ ഇപ്പം വിദ്യാഭ്യാസം ഡോക്ടർ 100 ഡോക്ടറുണ്ട് മറ്റേന്ന് പറയുന്നത്. അപ്പൊ അതിലൊക്കെ നമ്മൾ ഡയറക്റ്റ് ഒന്നും ഇൻവോൾവ് ആയിട്ടെങ്കിലും ഞങ്ങളെ ആ ആദ്യ തലമുറ അതിനൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് ആരും അതിന് അപ്രീസിയേഷൻ കിട്ടാനോ പിടിക്കാനൊന്നല്ല. ഞങ്ങളങ്ങ് പോയി പിന്നാലെ പോന്നു. ഞങ്ങള് അതിനൊക്കെ മുമ്പുള്ള ആൾക്കാരെ തുടർന്നു. അത് ഒരു പ്രോഗ്രഷനിൽ പോകുമ്പോ അത് തുടക്കക്കാര് പൈനിയർ എന്ന നിലക്ക് അതുപോലെ തന്നെ ഗൾഫിലും ഞാൻ അത്രയും ആൾക്കാർക്ക് ജോലി ആക്കി കൊടുക്കുകയോ പിടിക്കുകയോ ചെയ്തില്ലെങ്കിലും അന്ന് ഒരു ഡിഗ്രിക്കാരൻ പഠിച്ചവര് വന്നിട്ട് ഇവിടെ അതിന് സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയത് എന്റെ ഒരു അത് വന്നതിന് അത് ഒരു കാരണമായി തീർന്നുണ്ട്. അതെന്തുകൊണ്ടെന്ന് ഞാൻ ഉം. കുവൈറ്റിലോ അല്ല ദുബായിലോ സൗദിയിലോ ഒന്നും പഠിച്ചവര് ഖത്തറിൽ പോകണമെന്നുള്ളൊരു ധാരണ വന്ന്. ഇതേപോലെ ഇതിലും പഠിച്ചവർക്ക് സാധ്യതയൊക്കെ ദുബായിലൊക്കെ ഉണ്ട്. പക്ഷെ ദുബായിലാരും അങ്ങനത്തെ പോയിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞില്ല. ഇപ്പം നമ്മുടെ മക്കളെല്ലാവരും സ്വയം തന്നെ ജോലി കണ്ടെടുത്താലും ഒക്കെ ഭയങ്കര ഉഷാറാണ്. പിന്നെ ഖത്തറിൽ വന്ന രക്ഷിതാക്കൾ ഇന്ന് ചെയ്തത് കാര്യം തന്നെ അന്നത്തെ ഞങ്ങളെ നല്ലവരായ ആൾക്കാർ അവരൊന്നും മക്കളെ വിദ്യാഭ്യാസവും കാര്യങ്ങളും നോക്കുന്ന നേരെ വന്നിട്ട് പാലക്കാടക്കാരും മറ്റേ കടത്തൂർ ചെയ്യും പോലെ അപ്പം തന്നെ കേബിനിട്ട് ചെറിയ ചായപ്പൊടി അപ്പൊ മോന് 12 വയസ്സിന് എങ്ങനെ കുത്തിയിട്ടുണ്ടാക്കി ഒരു പാസ്പോർട്ട് എടുത്ത് കിട്ടിയില്ല. അവിടെ വേണ്ടി ഓരെ പഠിപ്പിച്ചു, വേണ്ടത്ര പഠിപ്പിച്ചു. അപ്പൊ പിന്നെ അവരെ നോക്കിയിട്ട് ഞങ്ങൾക്ക് അതിന്റെ കാര്യമില്ല, അവര് തന്നെ നോക്കിക്കൊണ്ടുവിടും. എന്റെ മക്കൾക്ക് അങ്ങ് ജോലി ഒന്നും ആരും ഞാൻ ഉണ്ടാക്കി കൊടുത്തില്ല.
അതുപോലത്തെ പണി വരുന്ന കുട്ടികളൊക്കെ ഇപ്പം എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വലിയ വലിയ പോസ്റ്റുകളുണ്ട്. ഞങ്ങൾക്കൊക്കെ ഐ.ടി രംഗത്തേ അല്ല ഇന്ന്. ഇന്നൊരു ചെറിയ ജോലിക്കുന്ന ആള് ഇല്ലാതല്ലെന്ന് പറയാം. എല്ലാവരും നല്ല പോസ്റ്റിലാണ്. അതിനൊക്കെ ഞങ്ങളൊക്കെ ആദ്യം വന്നതും ഞാനും അതിലൊരു കാരണക്കാരൻ, അതിലൊരു പ്ലസുണ്ട്. ആരും അതിന്റെ അഭിനന്ദിക്കുവാനോ പിടിക്കുവാനോ കൊണ്ട് അത് ആഗ്രഹിക്കുന്നുമില്ല. അപ്പൊ അതിന് നമ്മളൊരു ഒരു ഞാൻ റിസ്ക് ഞാൻ കാണിച്ചു. റിസ്ക് കാണിച്ചു ഉണ്ട്. ഞാൻ പറഞ്ഞത് പിന്നെ നമ്മുടെ നാടിന്റെ ഈ മാറ്റങ്ങളെ വളരെ പോസിറ്റീവ് ആയിട്ടാണല്ലോ കാണുന്നത്. അപ്പൊ ഇനി നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം എന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങള്, എന്തെങ്കിലും ഒരു ധാരാളം കാരണം സംരംഭങ്ങള്. ഇന്ന് കാലങ്ങൾ കഴിയുന്നത് മനുഷ്യന്റെ ആവശ്യങ്ങളും അന്ന് പിന്നെ ഇതാണ് വളരെ എന്താന്ന് പറയാ ടി.വി കാര്യങ്ങളൊക്കെ പറ്റി വലിയ സാധാരണക്കാരന്റെ ഉപയോഗങ്ങളായി മാറി. ഇപ്പൊ നാട്ടിലുണ്ടാകുന്ന ധാരാളം കാര്യങ്ങള് ഇന്ന് നമ്മള് കുറച്ച് കോപ്പറേറ്റീവ് ലെവലിൽ നമ്മൾ ചെയ്യണം. ഇന്ന് ഒരു കാര്യം പണ്ട് നമ്മൾ പഠിച്ചോണ്ട് ദൈവം മേഖലയാണെന്ന് പറഞ്ഞ് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ ഒരാൾക്കേ പറ്റുള്ളൂ എന്നുള്ളൊരു വാശി അതിനെതിരായിട്ട് പറയല്ലേ. ഇപ്പൊ ഒരു ഗ്രൂപ്പ് ചെയ്താലുള്ള കാര്യം. എന്തൊരു ഒരു പ്രോജക്റ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. അത് ഒരാൾ തന്നെ വയ്ക്കുക. അതിന് ഡിഫറെന്റ് മേഖല, ഡിഫറെന്റ് മാനേജർമാർ കാര്യങ്ങൾ ഏൽപ്പിച്ച് ചെയ്യുക. അപ്പൊ നമുക്കുള്ള പൊതു ആവശ്യങ്ങൾ പിന്നെ ഒരു ഇത് ചേർന്നുകൊണ്ട്, കൂട്ടം ചേർന്നുകൊണ്ട് നമ്മൾ പലതും ചെയ്യണം. ഇപ്പൊ തന്നെ പാർപ്പിടം, നമുക്ക് എല്ലാവർക്കും ഒരു വീട് വേണം. ഇപ്പൊ വീട് വേണം, നമ്മൾ ടൗണിലുള്ള ശരിക്കും പിന്നെ ഡെൻസിറ്റി കൂടിയിരിക്കുന്നു. പിന്നെ നമ്മൾ ധാരാളം സ്ഥലങ്ങൾ മലയിൽ ബാക്കിയുണ്ട്. അവിടെ ഇപ്പം ധാരാളം നല്ല റോഡുണ്ട്, നല്ല അന്തരീക്ഷമുണ്ട്, വെള്ളമുണ്ട്. അപ്പൊ ആൾക്കാർക്ക് ഒറ്റക്ക് പോകാൻ ആരും താല്പര്യപ്പെടുന്നില്ല. അതൊരു സൊസൈറ്റി ആയിട്ട് നമ്മളൊരു ഒരു ഒരു പിന്നെ എന്താ ചെയ്യണം, ഒരു ടൗൺഷിപ്പ് അവിടെ ഉണ്ടാക്കണം. ചെറിയ ചെറിയ ഫെസിലിറ്റി കാര്യങ്ങൾ, ഒരു നഴ്സറി സ്കൂള്, ഒരു ചെറിയ ഓഡിറ്റോറിയം, പിന്നെ എല്ലാവർക്കും ചെയ്യുന്ന ഒരു കളിസ്ഥലങ്ങൾ, അങ്ങനെ ഒരു ആൾക്കാരെ കൂടിയിട്ട് 10-15 ഏക്കർ എടുത്തിട്ട് അവിടെ ഒരു പൊതുവായിട്ടുള്ള ഒരു ടൗൺഷിപ്പ് നമ്മൾ ഉണ്ടാക്കണം. അത് നിങ്ങൾ എന്റെയൊക്കെ ആവശ്യമായിട്ട് ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പണക്കാർക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. ചെറിയ എല്ലാം സ്വരൂപിച്ച് വിട്ടിട്ട് അത് ജസ്റ്റ് ആദ്യത്തെ ലേ ഔട്ട് ചെയ്ത് റോഡും കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം അത് പിന്നെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ആണെങ്കിൽ ഇപ്പം അന്നൊരു വണ്ടിയുടെ എന്റെ വീട്ടിൽ കാറ് വരും എന്നുള്ളൊരു താല്പര്യം ഒരു ചിന്തയിലായിരുന്നു. ഇപ്പൊ എല്ലാവർക്കും കാറ് വേണം, കുട്ടികളെ നഴ്സറിയിലാക്കണം, നല്ല പോയിട്ട് പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കണം, നല്ലൊരു ഔട്ടിങ്ങിന് പോകണം. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇപ്പൊ ഞാൻ പറയുന്നത് ശരിക്കും നമ്മള് ഓരോ വീട്ടിലും കിച്ചൺ തന്നെ ആവശ്യമില്ല എന്നുള്ളത്. ഒരു കോമൺ കിച്ചൺ മതി ഇപ്പൊ. നമ്മളെന്തിനാ എന്റെ വീട്ടിൽ വെക്കുന്ന സാമ്പാറും മീൻകറി എന്റെ വീട്ടിൽ വെക്കുന്ന സാമ്പാറും കറി. അപ്പൊ എല്ലാവരും എന്തിനാണ് ഇതിനു വേണ്ടി മെനക്കെട്ടിട്ട് പെണ്ണുങ്ങളൊക്കെ ഈ സമയം കഴിയുന്നു. അതൊരു ഗ്രൂപ്പിൽ എടുക്കും. അത് നമ്മള് പിന്നെ ഹോട്ടലിൽ തൊട്ട് കഴിഞ്ഞാൽ അതില് ഇതൊക്കെ ഉണ്ടാവും. നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു മെസ് ഉണ്ടാക്കുക ആ കോമ്പൗണ്ടില്, അവര് ചെയ്യുക. അവിടെ പഠിക്കുന്ന കുട്ടികളുണ്ടാവും, ചെറിയ കുട്ടികളുണ്ടാവും. ആ കോമ്പൗണ്ടിൽ തന്നെ ഡെയിലി കഴിഞ്ഞ മക്കളുണ്ടാവും. ഇവർക്ക് ട്യൂഷൻ കൊടുക്കാം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കൊണ്ടുകൊണ്ട് നല്ലൊരു കമ്മ്യൂണിറ്റി ലിവിങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് പുറത്തെ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലും ഇപ്പം ഫ്ലാറ്റിൽ താമസിക്കുന്ന ഇപ്പം ഒരു വീടിന്റെ കാര്യം മറ്റേ വീട്ടിൽ അറിയാൻ പാടില്ല. ഇപ്പൊ എല്ലാം ഇതാണ്. ആരെയും ഇൻവോൾവ് ചെയ്യാനോ എന്റെ പേഴ്സണൽ കാര്യം ഇടപെടുന്നൊന്നും ആരും ചെയ്യുന്നില്ല. ഇപ്പൊ തന്നെ വീട്ടിൽ ഉം, തന്നെ ആരെയും ഉം, കിട്ടുന്നുണ്ടോ? വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഉം, ഒരു മനുഷ്യനെ വീട്ടിൽ കയറാൻ പറ്റുന്നില്ല. ഒരു ഉം, സമ്പർക്കമില്ല. അവന്റെ വീട്ടിൽ ഇങ്ങനത്തെ ഒന്നും ആകുമ്പോ ഒരു ഒരു പബ്ലിക് കമ്മ്യൂണിറ്റി ഉണ്ടാവും. അവിടെ ഒരു വായനശാല ഉണ്ടാവും, കളി ഉണ്ടാവും, ഒരു സമ്പർക്കം ഉണ്ടാവും, കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു ഇതുണ്ടാക്കുക, ഒരു കാര്യങ്ങള്. പിന്നെ ഇപ്പൊ എന്റെ തലക്ക് പിടിക്കുന്ന വ്യവസായമാണ്. ഒരു ഉം, വ്യവസായ യൂണിറ്റ്, ഒന്ന് ചില ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക്, ഒരു 5 ഏക്കർ ഉണ്ടായിട്ട് ചെറിയ ഒരു യൂണിറ്റ് തുടങ്ങുക. എല്ലാ യൂണിറ്റ് തുടങ്ങി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ട് അവിടെ ലോജിസ്റ്റിക്കിന് ഒരു ടീം മതി, സെക്രട്ടറി ഉം, വർക്ക് ചെയ്യാനുള്ള ഒരു ടീം മതി, മാർക്കറ്റിങ്ങിന് ഒരു ടീം മതി. ഞാൻ ചെറിയ യൂണിറ്റ് തുടങ്ങുന്നു. അവിടെ റോ മെറ്റീരിയൽ വരുമ്പം ഒന്നിച്ച് റോ മെറ്റീരിയൽ കൊണ്ടുവരാം. ഈ പെണ്ണുങ്ങളും ഉം, ഉം, കാര്യങ്ങൾക്ക് ജോലി ചെയ്യാം, പുറത്ത് പോണ്ട. അങ്ങനെയൊക്കെയാണ് ഒരു ഉം, രാജ്യം വികസിക്കുക. നമ്മളിപ്പോ ഉം, ഉം, ചെറിയ ചെറിയ റോഡിന്റെ കാര്യങ്ങൾ നമ്മൾ കാലം കഴിഞ്ഞു. ഇങ്ങനെയുള്ള വികാസങ്ങൾ കുറെ ഉണ്ടാക്കണം. പിന്നെ വയസ്സാകുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഇരിക്കാനും പിടിക്കാനും കളിക്കാനും പറ്റുന്ന അങ്ങനെ സ്ഥലം വേണം. പിന്നെ കളിക്കാനുള്ള സ്ഥലം വേണം. ഈ കളിക്കാനും പണ്ട് ഇഷ്ടംപോലെ കാലി സ്ഥലങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ നമ്മൾ കണ്ടെത്തണം. അത് ജീവിതത്തിന്റെ ഉം, നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമാണ് നമ്മൾ. അതിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുകയും വേണം. നമ്മളെ ഉം, വീട്ടിൽ ഉം. വലിയ വീടുണ്ടാക്കും. വലിയ സ്ഥലമുണ്ട്. നമ്മളൊരിക്കലും വീട്ടിലുണ്ടാവില്ല. നമ്മളിരിക്കാൻ ഭൂമിക്കൽ അങ്ങാടിയില്ല. ഭൂമിക്കൽ അങ്ങാടി ചെന്ന് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ അവിടെ നമുക്ക് ചെലവഴിച്ചൂടെ? അപ്പൊ എല്ലാം ഗവൺമെന്റിനെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യം. ഗവൺമെന്റിനോട് സപ്പോർട്ട് ചെയ്യുക. ഇപ്പൊ ഗവൺമെന്റിനെ ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ പൊതുവായിട്ട് ചെയ്യുമ്പോൾ ആൾക്കാർ
വളരെ ക്വാളിറ്റി കൊണ്ടിട്ടാണ് ചെയ്യുക. ഉം. അത് ക്വാളിറ്റിയിൽ ആയിട്ട് ചെയ്യുക. അത് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്തിട്ട് മറ്റേത് സംഭവിച്ച് നമ്മൾ ഇതെടുത്തിട്ടോ പിടിച്ചിട്ടോ നമുക്ക് ചെയ്യാം. അങ്ങനെ ഒരു ആലോചന ആദ്യം ഉണ്ടാവണം. ഈ വാണിമേലില് ഇന്ന് ആദ്യമായിട്ട് ഇതേപോലുള്ള വലിയ സ്കെയിലിലുള്ള സംരംഭങ്ങളിലേക്കൊക്കെ പോയ കുറച്ച് പേരിൽ ഒരാളാണ്. അപ്പം ഈ നമ്മൾക്ക് ഇപ്പം നമ്മുടെ നാട്ടിലുള്ള പുതിയ ആളുകൾക്ക്, പുതിയ സംരംഭകർക്ക് അവർക്ക് എന്താണ് അവരോട് പറയാനുള്ളത്? സ്വന്തം ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയാണ്? ആസ് എ ഓണ്ടർപ്രണർ. സ്വന്തം അവർക്ക് ഏറ്റവും നല്ലൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ എപ്പോഴും പറയും, ഞാൻ ബൈ ലക്ക് ഒരു 20, 30 ഇയേഴ്സ് മുമ്പ് ഞാൻ ജനിച്ചു പോയി. അതാണ് എനിക്ക് പറ്റിയൊരു പരാജയം. നല്ല കാലമാണ്, വളരാനും കാര്യങ്ങളൊക്കെ ആണ്, നല്ലതുണ്ട്. ഏത് കാര്യം നമ്മൾ എക്സ്പെർട്ടായി ശോഭിക്കാൻ പറ്റും. അപ്പൊ അവര് കുറച്ചും കൂടി യോജിപ്പും കാര്യങ്ങളും ഉണ്ടാക്കുക, കാര്യങ്ങൾ പഠിക്കുക, മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് പഠിക്കുക. അത് ഒരു എക്സ്പീരിയൻസിനും മറ്റുള്ള കാര്യങ്ങൾ നേടുന്നില്ല. അവർ വളരെ ഉഗ്രനാണ്. വളരെ കോമ്പറ്റീഷൻ ഉണ്ട്. കോമ്പറ്റീഷൻ, നല്ല കോമ്പറ്റീഷൻ. അന്ന് ഞങ്ങൾ സ്കൂളിൽ കോളേജ് പഠിക്കുന്നതല്ലേ, ഒരു 60% മാർക്ക് പറയുന്നത് വലിയ സംഗതിയാണ്. ഇപ്പൊ 98, 99.1 ആൾക്കാർ എത്തുന്നുണ്ട്. നല്ല നല്ല പോസ്റ്റിൽ ആൾക്കാർ എത്തുന്നുണ്ട്. നമുക്കെന്താ, അന്നൊക്കെ ഞങ്ങളൊക്കെ വിചാരിച്ചത് പിന്നെ PSCയുടെ ജോലി നമുക്കൊന്നും വിധിച്ചതല്ല, അത് തെക്കൻ കേരളക്കാർക്കുള്ളതാ. നമ്മൾ പഠിക്കാനല്ല കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മൾ എല്ലാറ്റിനും കോമ്പറ്റീഷൻ നമ്മൾ ജയിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സ്വയം വ്യവസായം, ജോലികൾ, ജോലിയല്ല, അതിനൊരു പ്ലഷറുണ്ട്, അതിനൊരു ഒരു വളർച്ചയുണ്ട്. നമ്മൾ പുതിയ ബ്രാൻഡൊക്കെ നമുക്ക് ധാരാളം ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ പോകുന്ന ഭാഗം പാക്കിംഗ് ആണ്. പാക്കിംഗ്, ഫുഡ്, ബെവറേജസ്, ഇതൊക്കെ നമ്മൾ തന്നെ ആവശ്യക്കാർ ധാരാളമുണ്ട്. നമ്മൾ തന്നെ പല കാര്യങ്ങളും നാട്ടിൽ ചെയ്യാനുണ്ട്. അത് ഒരു റിസ്ക് ആയിട്ട് തോന്നുമ്പോൾ അത് എന്റെ ജീവിതം കവർ ചെയ്തൊന്നും വേണ്ട. ആ നല്ല പോസിറ്റീവ് ഇതെടുത്തിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ വേണമെങ്കിൽ അതിനെക്കുറിച്ച് മാത്രമാണെങ്കിൽ നമുക്കൊരു ഒരു ദിവസം ചർച്ച ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങൾ ഉം, 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 ചെയ്യാൻ ഉം. പറ്റും. എനിക്കൊരു താല്പര്യമില്ല നമ്മുടെ അനുഭവം പങ്കെടുക്കാനും വിളിക്കാനും കാര്യങ്ങളൊക്കെ. നമുക്കത് ആലോചിക്കാവുന്നതാണ്. അതിനി നമ്മളൊരു അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. നമ്മൾ ഇത്രയും നേരം പല കാര്യങ്ങൾ പറഞ്ഞു. ഒരു പേഴ്സണൽ ലൈഫ് എങ്ങനെയാണ്? ഭാര്യ, മക്കള് അവരൊക്കെ എന്താണ് ചെയ്യുന്നത്? പ്രസിഡന്റ്, ഞാൻ എന്റെ ആദ്യം കല്യാണം കഴിക്കും. ഞാൻ കല്യാണം കഴിഞ്ഞ പ്രീഡിഗ്രി തോറ്റ അവസരത്തിൽ ഞാൻ നാട്ടിൽ നിൽക്കുമ്പോഴാണ് എനിക്കൊരു കല്യാണാലോചന വരുന്നത്. പ്രീഡിഗ്രിയുള്ള സമയത്ത് ഞാനത് അറിയില്ല. ഞാനന്ന് കൊല്ലത്തുള്ള കോപ്പിയോട് സൂപ്പിന്റെ പിടിയിൽ ഇരിക്കുക. കൊല്ലത്തുള്ള അബ്ദുൽക്കാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത്, ഇപ്പൊ പിന്നെ മൊയ്തു അജിക്കിന്റെ ഒരു നോട്ടുണ്ട്, പിന്നെ ഒരാലോചന ഉണ്ട് ജനാമത്ത്. ഇതിനകത്ത് മൊയ്തു എൻ്റെ സാമ്പത്തികം, അന്ന് മൊയ്തു കത്തിക്കുന്ന സമയത്താണ്. സാമ്പത്തിക കാര്യങ്ങളൊന്നും ഞാനത് തമാശയായിട്ട് എടുത്തു. ഞാനത് ഗൗരവമായിട്ട് എടുത്തേ ഇല്ല. അപ്പൊ അവസാന നാളെ സീരിയസ് ആയിട്ട് അതിന് ഇത് കൊടുത്തു, അനുവാദം കൊടുത്തിട്ടുണ്ട്, ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് ഇനി കെട്ടണം, അല്ലെങ്കിൽ അങ്ങനെ ഞാനത് കഴിഞ്ഞ ഒരു കണ്ടീഷൻ കഴിഞ്ഞു. കുറച്ച് 10ാം ക്ലാസ് പാസ്സായിട്ട് മാത്രമാണ്. അന്ന് കഴിക്കുമ്പോൾ എൻ്റെ ഭാര്യക്ക് 5ാം ക്ലാസ് പഠിക്കുക. ഞാൻ പ്രീഡിഗ്രി ശരി. തോറ്റ് പ്രീഡിലേക്ക് പോകുന്നു. അന്ന് പിന്നെ എന്നോട് പ്രേമിക്കേണ്ട അവസരം എൻ്റെ കംപ്ലീറ്റ് നശിച്ചു പോയി. ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോഴല്ലേ നമ്മൾ ഇതൊക്കെ തുടങ്ങുക. ഇത് ഉം, അതുകൊണ്ടൊരു പരാജയം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഒരു പ്രശ്നങ്ങളിലും, മറ്റുവരുടെ കുടുംബത്തിലുള്ള മറ്റൊരു പ്രശ്നങ്ങളിലും എല്ലാറ്റിനും ഞാൻ കാണിക്കുന്ന എല്ലാ ഭ്രാന്തിനും എൻ്റെ കൂടെ നിൽക്കും. ഉം, അങ്ങനെ ഒരു ഉം, ഭാര്യയാണ്. പിന്നെ 1986 എനിക്ക് ഫസ്റ്റ് കുട്ടി ജനിക്കുന്നത്. ഞാൻ 85 ഉം, ഖത്തറിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ ആദ്യത്തെ കുട്ടി ജനിക്കുന്നത് ഖത്തറിലാണ്, റീമ. അതിന്റെ അടുത്ത വർഷം വീണ്ടും ഒരു കുട്ടി ഉണ്ടായി, റെജിന. അതാണ് ഒരു ബാച്ച്, 86, 87 ബാച്ച്. ഉം, പിന്നെ ഉണ്ടാകുന്ന 95, 96. പിന്നെ ഒരു പെൺകുട്ടി തന്നെ. അപ്പൊ ആണും പെണ്ണും വേണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുള്ളതാണ്. അപ്പൊ ഏതായാലും ഉം, ഒന്നും കൂടി നോക്കുക, അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നിർത്തുക എന്നുള്ള പരിപാടിയാക്കും. ഒരു ആൺകുട്ടിയും ജനിച്ചു. അവരെല്ലാം ഇപ്പൊ മൂത്ത മോള് ഗൈനക്കോളജി ഡോക്ടറാണ്. അവളുടെ ഉം. കല്യാണത്തിനൊക്കെ ചെറിയ എവിടെ? പ്രശ്നങ്ങൾ, ഇപ്പൊ വളരെതായി. ഇപ്പോൾ ആലുവയില് ആണ് വർക്ക് ചെയ്യുന്നത്. ആലുവല്. ആലുവല്ല, എറണാകുളം ആ, കളമശ്ശേരിയിലാണ് ഇപ്പോൾ ഉള്ളത്. ആ. ഓക്കെ, ഓക്കെ, ഓക്കെ. അവളും ഖത്തറിലുണ്ടായിരുന്നു ഡോക്ടറായിട്ട് തന്നെ. ഒമാനിലുണ്ടായിരുന്നു ഒരു വർഷം. ഉം, ഉം, പിന്നെ അവിടെ കല്യാണമൊക്കെ പരാജയമായി. ഇപ്പൊ നല്ലൊരു ഭർത്താവിനെ കിട്ടി, അവിടെ ഒന്നിച്ച് ജീവിക്കുന്നു. ഉം, രണ്ടാമത്തെ ആള് ഇവിടെ പിന്നെ അവര് പഠിച്ചത് ബാംഗ്ലൂരാണ്. അന്ന് ഞാൻ ഉം, കോച്ചിങ്ങിനൊന്നും പോയില്ല. കോച്ചിങ് കഴിഞ്ഞ അതേ സമയത്ത് തന്നെ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി, ബാംഗ്ലൂർ പ്രൈവറ്റ് കോളേജിൽ കിട്ടി. പ്രൈവറ്റ് കോളേജിൽ പൈസ കൊടുത്തിട്ട് ഉം, പഠിച്ചിരുന്നില്ല. അന്നൊരു ഉം, കോമഡക്കിന്റെ ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഉം, 1,60,000 ഫീസ്. അതിലാണ് MBBS ചെയ്തത്. രണ്ടാമത്തെ ഉം, മോള് എഞ്ചിനീയറിംഗ് ആണ്.
അവളും ഉം, ബാംഗ്ലൂരിൽ നിന്ന് മെഡിക്കൽ സയൻസിൽ മെഡിക്കൽ എക്യുപ്മെന്റ്സിൽ ഡിഗ്രി എടുത്തു. പിന്നെ MBA എടുത്തു. അവളിപ്പോ ഖത്തറിൽ ഓൾറെഡി ഒരു വർക്ക് ചെയ്യുന്നു. അവളുടെ ഹസ്ബൻഡ് ഉം, UK-ലാണ്. ഡബിൾ ഉം, ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള ആളാണ്. തലശ്ശേരിയാണ്. ഉം, 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 പഠിച്ചൊക്കെ വിദേശത്തായിരുന്നു. ഫ്രാൻസിലും സ്വീഡനിലും. ഇപ്പൊ ഉള്ളത് ഉം, ഉം, UK-ലാണ്. ഉം, സയന്റിസ്റ്റാണ്. ഉം, ഇത് ഉം, ഉം. ഇതിലാണ് IT-ൽ ഇതാണ് ഓക്കെ, ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാര്യങ്ങളൊക്കെ അതിനൊക്കെ വലിയ ആളാണ്. ഓക്കെ. മൂന്നാമത്തെ ആള് ആർക്കിടെക്ചറാണ്. അവിടെ ഹസ്ബൻഡ് ഇപ്പൊ എന്റെ കൂടെ കമ്പനിയിലെ എന്റെ സഹായത്തിനുണ്ട്. അവര് ഉം, ഉം, എംടെക് ആണ്. ഉം, പിന്നെ അനിയൻ ഇളയ മകൻ +2 കഴിഞ്ഞപ്പം എനിക്ക് സിനിമ പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ആ ഉം, സമയത്ത് ബോംബെയിലേക്ക് അഡ്മിഷനൊക്കെ വാങ്ങിച്ചു. അപ്പൊ ആ ഒരു ഉം, പ്രായത്തില് സിനിമ ഫീൽഡ് വാങ്ങാൻ കൊണ്ട് എനിക്ക് ധൈര്യം ഉണ്ടായില്ല. കുറച്ച് ഉം, ശ്രമിച്ചു നോക്കി. CA ഒക്കെ വേണ്ടിയിട്ടൊക്കെ ഒരു വർഷം. എന്നിട്ട് അവന് മനസ്സിലാക്കി ഇതിന്റെ വരുമരായികളൊക്കെ അവൻ ശരിക്കും പഠിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ഉം, വെറുതെ ഒരു ബൂമിങ്ങിലല്ല. അങ്ങനെ ഉം, ബാംഗ്ലൂരില് സെന്റ് ജോസഫില് അവന് ഡിഗ്രി ഇതെടുത്തു. ഫിലിം മേക്കിംഗ്. പിന്നെ ഉം, ഖത്തറിൽ വർക്ക് ചെയ്തു. ഖത്തറിലൊക്കെ പുറത്ത് പോകുകയാണ് അഡ്വർടൈസിങ് കമ്പനിയും അവൻ്റെതായിട്ടുള്ള വർക്കും ഷേഖിന്റെ കൂടെ ഉം, പുറത്ത് പോകും. നല്ല ഏണിംഗ് ഉണ്ട്. നല്ല പൊസിഷനാണ്. ഉം, അവന്റെ ഇഷ്ടത്തിന് പോകുന്നു. അവരൊന്നും കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല. അവർ നല്ല ഉം. ഹാപ്പി ആയിട്ട് കഴിയുന്നു. അപ്പൊ അവരും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ നാട്ടിൽ എന്തിനാണ് പോയിട്ട് എന്ത് ചെയ്യണം? ഇവിടെ നല്ല എനിക്ക് പരിചയമുള്ള കൂടിയാണ്. അപ്പൊ നാട്ടുകാരുടെ ബന്ധമുണ്ട്. നാട്ടിലും പോകണം. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്. അപ്പം നമ്മൾ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സംസാരമായിരുന്നു. നമ്മൾ ഈ ഉം. ഒരു ഇന്റർവ്യൂ ഒന്നും ആയിരുന്നില്ല, ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിക്കായിരുന്നു. വളരെ അപ്പൊ എന്റെ സന്തോഷമുള്ളതാണ്. ശബ്ദത്തിന് എനിക്ക് പ്രശ്നപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആൾക്കാർ ക്ഷമിക്കുക.